ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ്. ഇന്ത്യയിലെ പ്രഗത്ഭനായ പാർലമെൻറ്റേറിയൻ NK പ്രേമചന്ദ്രൻ, അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. നമസ്കാരം. നമസ്കാരം. അങ്ങ് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഇടതുപക്ഷ സഹയാത്രികനാണ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ സംഘിയായിട്ടാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുന്നത്? എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ മാറിയെന്ന് ചിത്രീകരിക്കാൻ CPM നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിശ്രമമാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ പ്രതിനിധിയായി ഞാൻ ആദ്യം മത്സരിക്കുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി, ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നെ അഭിസംബോധന ചെയ്ത വാക്ക് നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ പരനാറി. അതെ. അപ്പോൾ വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് CPM പൊതുവെയും പിണറായി വിജയൻ പ്രത്യേകിച്ചും സ്വീകരിച്ചിട്ടുള്ള ഒരു നയമാണ്, ഒരു ശൈലിയാണ്. രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും രാഷ്ട്രീയമായി പരാജയപ്പെടുത്താനും കഴിയില്ലെങ്കിൽ വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയ നേതാക്കളെ അപവാദ പ്രചരണം നടത്തി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. അതാണ് ആ സന്ദേശം സിനിമയിൽ പറയുന്ന പോലെ. മുൻകാലങ്ങളിലാണെങ്കിൽ പെണ്ണ് കേസിൽ കുടുക്കുക, അല്ലെങ്കിൽ ഗർഭസത്യാഗ്രഹം നടത്തുക, ഈ നിലയിലുള്ള ആക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു വ്യക്തിഹത്യക്കുന്നത്. ഇപ്പോൾ അതല്ല. കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ സംഘിവൽക്കരിക്കുക, അതും ഇടത് പുരോഗമന ജനാധിപത്യ മതേതര സ്വഭാവം പുലർത്തുന്ന രാഷ്ട്രീയ നേതാക്കളെയും പൊതുസമ്മതിയുള്ള രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ സംഘിവൽക്കരിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ 2 ലക്ഷ്യമാണ്. ഒന്ന്, വ്യക്തിഹത്യയിലൂടെ അവരെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക. രണ്ടാമതൊരു അൾട്ടിമേറ്റ് പർപ്പസ് ഉണ്ട്. അത് BJPയെയും BJPയുടെ രാഷ്ട്രീയത്തെയും മഹത്വവൽക്കരിക്കുക എന്ന രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ പരിശോധിച്ച് ശശി തരൂർ, K സുധാകരൻ, ഒരു ഘട്ടത്തിൽ VD സതീശൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇങ്ങനെ തുടങ്ങി എത്ര പൊതുസമ്മതിയുള്ള രാഷ്ട്രീയ നേതാക്കളെയും പൊതുപ്രവർത്തകരെയുമാണ് ഇവർ. നാളെ ഇവർ BJP ചേരും, ഇവർ സംഘിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായി പ്രചണ്ഡമായി പ്രചാരം നടത്തും. അപ്പോൾ ആരാ മഹത്വവൽക്കരിക്കപ്പെടുന്നത്? അപ്പോൾ ഹിന്ദുമത വിശ്വാസികൾ അല്ലെങ്കിൽ ഹിന്ദുമതത്തിൽ ജനിച്ചു വളർന്ന് പൊതുപ്രവർത്തനം നടത്തുന്ന പൊതുസമ്മതിയുള്ളവരൊക്കെ BJP ആണ് എന്ന് പറഞ്ഞാൽ ഗ്ലോറിഫൈ ചെയ്യുന്ന BJP ആണ്. പക്ഷേ താങ്കൾ പ്രധാനമന്ത്രി മോദിയുടെ കൂടെ ലഞ്ച് കഴിക്കുകയും അതിൻ്റെ വലിയ വൈറലായ ഫോട്ടോസ് പുറത്തു വരികയും ചെയ്യുകയും ഉണ്ടായിട്ടുള്ള സംഭവമാണല്ലോ. അപ്പോൾ അത് അദ്ദേഹത്തെ പോലെ ഒരാൾ, പ്രധാനമന്ത്രി നേരിട്ട് അങ്ങയെ കൊണ്ടുപോകുമ്പോൾ വ്യക്തമായ ഒരു ലക്ഷ്യവും ഉണ്ടെന്നല്ലേ കരുതേണ്ടത്? എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായ എനിക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്, എനിക്കൊരു പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഉണ്ട്. സത്യത്തിൽ നന്ദകുമാറിന് അറിയാം എൻ്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. 2014 നന്ദകുമാറൊക്കെ നല്ലതുപോലെ ഇലക്ഷൻ മോണിറ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം. എന്താ പൊളിറ്റിക്കൽ? നിന്നിടത്തും നിൽക്കും, പറയുന്ന വാക്ക് പാലിക്കും. ആ ഒരു രാഷ്ട്രീയ വിശ്വാസ്യതയാണ് നമ്മെ നയിക്കുന്ന പ്രധാനപ്പെട്ട. അതാണ് 2014 34 വർഷക്കാലം LDFിൻ്റെ പ്രധാന പ്രവർത്തകനായും ഒരു ഘട്ടത്തിൽ നേതൃനിരയിൽ നിന്നുകൊണ്ട് LDFിൻ്റെ പ്രധാന വക്താക്കളിൽ ഒരാളായി മാറിയ ഘട്ടത്തിലാണ്, അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ മുന്നണി മാറുന്നത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ സ്വീകരിച്ചത്? അതിനൊരു യുക്തിയുണ്ടെന്നും അതിനൊരു വിശ്വാസ്യതയുടെയും അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ എന്നെ ആ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചത്. ഒരു കാരണവശാലും ജനങ്ങളുടെ വിശ്വാസവും എൻ്റെ രാഷ്ട്രീയവും ഒരു തരത്തിലും ബലി കഴിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നാൽ പോലും അത്തരമൊരു നീക്കത്തിന് ഞാനില്ല. ഇവിടെ പ്രശ്നം അതല്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി കാണാൻ ആഗ്രഹിക്കുന്നു, ഓഫീസ് വരെ വരണം എന്നാവശ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ പാർലമെൻറ്റിൽ നിന്ന് നേരെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലെത്തിയതേ ഉള്ളൂ, അല്ലൊരു 15 മിനിറ്റിനുള്ളിൽ ഓഫീസിലെത്താമെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കാണാൻ ആഗ്രഹിക്കുന്നു. അതിവിടെ പാർലമെൻറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ പാർലമെൻറ്റ് മന്ദിരത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലണമെന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ വരില്ല, അങ്ങ് എനിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ് എന്ന് പറയാൻ. ഞാൻ ചെന്നു. അവിടെ വേറെ 5-6 MPമാരുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളെയും കൂട്ടി ലിഫ്റ്റിൽ കയറി നേരെ 1ാമത്തെ നിലയിലെ ക്യാൻറ്റീനിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ക്യാൻറ്റീനിൽ വരുന്നത്, അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു, ഒപ്പം നിങ്ങളെയും കൂട്ടാമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന് പല പൊളിറ്റിക്സും കാണുമായിരിക്കും. അതിൻ്റെ ഒരു PR എക്സസൈസ് ഉണ്ടാകാം, അല്ലെങ്കിൽ MPമാരുമായിട്ടൊക്കെ നല്ലതുപോലെ സഹകരിക്കുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനാകാം, മറ്റു പല ഉദ്ദേശങ്ങളും ഒരുപക്ഷെ ഉണ്ട്. പക്ഷേ അത് എന്നെ സംബന്ധിച്ചൊരു കൺസേൺ അല്ല. ഞങ്ങൾ സംസാരിച്ചത്, തീന്മേശയിൽ പങ്കിട്ടത് തികച്ചും അനൗപചാരികമായിട്ടുള്ള സൗഹൃദ വർത്തമാനങ്ങൾക്കപ്പുറത്ത് ഒരു രാഷ്ട്രീയവും പറഞ്ഞില്ല. അതിനെ വർഗീയവൽക്കരിച്ച് ആരാ ചിത്രീകരിക്കുന്നത്? ഇളമരം കെ
ഞാൻ അന്ന് ഈ സംസാരം കഴിഞ്ഞതിന് ശേഷം 3 മണിക്കൂർ കഴിയുമ്പോൾ നേരെ ലഞ്ച് കഴിഞ്ഞ് അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് നേരെ പാർലമെന്റിലേക്കാണ് പോകുന്നത്. ഞാനാണ് പ്രതിപക്ഷത്തിന് വേണ്ടി, ഇന്ത്യൻ പ്രതിപക്ഷത്തിന് വേണ്ടി മോദി ഗവൺമെന്റ് അവതരിപ്പിച്ച ധവളപത്രം നിരാകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 10 വർഷക്കാലത്തെ BJP NDA ഗവൺമെന്റിനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് 20 മിനിറ്റ് ഞാൻ സംസാരിച്ചു. കാരണം ധവളപത്രത്തെ നിരാകരിച്ചുകൊണ്ടുള്ള പ്രമേയത്തിന്റെ നോട്ടീസ് ഞാനാണ് കൊടുത്തത് ചട്ടം 342 അനുസരിച്ച്. അതുകൊണ്ട് എനിക്ക് അത്രയും സമയം കിട്ടി സംസാരിക്കാൻ. 20 മിനിറ്റോളം സംസാരിച്ചു. ആ സംസാരം മുഴുവൻ ഈ ഗവൺമെന്റിന്റെ മൈനോറിറ്റീസിനെതിരായിട്ടുള്ള കടന്നാക്രമണം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, നിങ്ങൾ ഒരു സീറ്റിലും കേരളത്തിൽ ജയിക്കാൻ പോകുന്നില്ല. അപ്പം ഞാൻ എൻ്റെ സംസാരം തുടങ്ങുമ്പോൾ തന്നെ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയും കേരളത്തിൽ നിന്നുള്ള മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഇടപെടുകയാണ്, ശല്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ഡൽഹിയിൽ ഗുസ്തിയും, ഡൽഹിയിൽ ദോസ്തും, തിരുവനന്തപുരത്ത് ഗുസ്തിയും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ദില്ലി അങ്ങനെ നിൽക്കുന്നത് തന്നെ, LDF-ഉം UDF-ഉം അങ്ങനെ നിൽക്കുന്നത് തന്നെ, അല്ലെങ്കിൽ കേരളത്തിൽ ഞങ്ങൾ LDF-ഉം UDF-ഉമായി മത്സരിക്കുന്നത് തന്നെ BJP-യെ കേരളത്തിന് പുറത്തു നിർത്താനാണ്. ഇത് പറഞ്ഞ എന്നെയാണ് സംഘിയായി ഇളമരം കരീം ചെയ്തത്. ഈ ഇളമരം കരീം അപ്പോൾ എവിടെന്നാ പറയുന്നത്? സംഘ്പരിവാർ സംഘടനയായിട്ടുള്ള BMS-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത് പുറത്തിറങ്ങി കാപ്പിയും കുടിച്ച് പുറത്തിറങ്ങിയിട്ടാണ് പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുമായി തീന്മേശ പങ്കിട്ടത്. മര്യാദകേടാണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് മര്യാദകേടാണ് എന്നാണ്. അത് മാത്രവുമല്ല, BMS-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് സ്ഥാനാർത്ഥിയാണല്ലോ. സമ്മേളനത്തിൽ സംസാരിക്കുന്ന നന്ദകുമാർ ഒന്ന് റെക്കോർഡ് എടുത്ത് നോക്കുക. അദ്ദേഹം ആദ്യം പറയുന്ന വാചകം, ഇന്ന് രാജ്യസഭയിൽ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഒന്ന്, മോദി ഗവൺമെന്റിന്റെ NDA ഗവൺമെന്റിന്റെ ധവളപത്രം ചർച്ച ചെയ്യുന്നു. 2, രാമക്ഷേത്രം നിർമ്മിച്ചതിന് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള പ്രമേയം സഭയിൽ ചർച്ച ചെയ്യുന്ന 2 സുപ്രധാന വിഷയങ്ങൾ രാജ്യസഭയിൽ ചർച്ച ചെയ്യുമ്പോൾ രാജ്യസഭയിലെ CPM-ന്റെ കക്ഷി നേതാവായിട്ടുള്ള ഞാൻ അത് ഉപേക്ഷിച്ചിട്ട് ഞാൻ BMS-ന്റെ സമ്മേളനത്തിൽ വരുന്നത് BMS-നോടുള്ള ആദരവ് കൊണ്ടാണ്. അപ്പം ഇളമരം കരീമിൻ്റെ പ്രയോറിറ്റി അത് BMS ആണോ? ഈ ധവളപത്രത്തിനെതിരായി പാർലമെന്റിൽ പ്രതിപക്ഷം കുന്തമന ഉയർത്തുമ്പോൾ, അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രത്യാക്രമണം തീർക്കുമ്പോൾ, അതുപോലെ തന്നെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രമേയം പാസ്സാക്കുമ്പോൾ അവിടെ ഹാജരായി തൻ്റെ ചുമതല നിർവഹിക്കലാണോ BMS-ന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കലാണോ? അദ്ദേഹമാണ് ആദ്യമായിട്ട് ഞാൻ ഈ പങ്കെടുത്തത്. മര്യാദ ഒന്ന് ആലോചിക്കണം. അപ്പം ഞാൻ അവിടെ നരേന്ദ്രമോദിക്കെതിരായി NDA ഗവൺമെന്റിനെ അതിനിശ്ചിതമായി വിമർശനം ഉയർത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. അദ്ദേഹം കോഴിക്കോട് അവിടെ നിൽക്കേണ്ട ആൾ കോഴിക്കോട് നിന്നുകൊണ്ട് BMS-ന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് BMS-നെ പ്രകീർത്തിക്കുകയാണ്. ഞാൻ സംഘി, അദ്ദേഹം സമത്വ സുന്ദര സോഷ്യലിസ്റ്റ്. ഈ പറയുമ്പോൾ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ഗഡ്കരിയെ സ്വന്തം വീട്ടിലേക്ക് ക്ലിഫ് ഹൗസിൽ വെച്ച് ക്ഷണിച്ച് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്തൊരു സംഭവമുണ്ട്. അത് അങ്ങേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇവർ സംഘിപ്പട്ടം എന്നിൽ ചാർത്തുമ്പോൾ, എന്നെ പോലെ സമാന സ്വഭാവത്തിലുള്ള നേതാക്കളെ ചാർത്തുമ്പോൾ, RSS-ന്റെ ആസ്ഥാനമായിട്ടുള്ള നാഗ്പൂരിനെ പ്രതിനിധീകരിക്കുന്ന RSS-ന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള മോദിയേക്കാൾ അവർ ഏറ്റവും കൂടുതൽ റിലേ ചെയ്യുന്ന ഒരാളാണ് BJP-യുടെ മുൻ പ്രസിഡന്റ്, RSS സംഘടനാ രംഗത്ത് സജീവമായിരുന്ന സാക്ഷാൽ നിതിൻ ഗഡ്കരി ഔദ്യോഗിക സന്ദർശനത്തിന് വന്നില്ല. മുഖ്യമന്ത്രി വിളിച്ചിട്ട് അദ്ദേഹവും കുടുംബവും തിരുവനന്തപുരത്തെത്തി ക്ലിഫ് ഹൗസിൽ പ്രത്യേക ഭക്ഷണം അല്ലെങ്കിൽ ഉച്ചവിരുന്ന് അറേഞ്ച് ചെയ്ത് സ്വീകരിച്ചു. ഞങ്ങളൊന്നും ഒരു തെറ്റും കാണുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം, BJP-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റും RSS-ന്റെ ഏറ്റവും അടുത്ത പ്രതിനിധിയുമായിട്ടുള്ള ഒരാളെ ഒരു ഒഫീഷ്യൽ ലഞ്ച് മനസ്സിലാക്കാൻ കഴിയും, ഒരു പ്രൈവറ്റ് ലഞ്ച്, ഒരു സ്വകാര്യ ഉച്ചഭക്ഷണം, അത് വസതിയിൽ വിളിച്ച് കുടുംബത്തോടൊപ്പം ആദരവ് നൽകുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള എന്ത് ബന്ധമാണ് അവർ തമ്മിലുള്ളത്? അതിന് പിന്നിലുള്ള ഗൂഢാലോചന എന്താണ്? ഒരു സംശയവും വേണ്ട. പല ഘട്ടങ്ങളിലും ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾക്കും ആരോപണങ്ങളും അതിനെയൊക്കെ മതിയായ അന്വേഷണം നടക്കാതെ പോകുന്നതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്നു. എന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കാണണമെന്ന് ആഗ്രഹിച്ചു, ഞാൻ ചെന്നു, അദ്ദേഹവുമായി ഭക്ഷണം കഴിച്ചല്ല, ഞാൻ അങ്ങോട്ട് ചെന്നതല്ല.
ഇത് നിതിൻ ഗഡ്കരിയെ വിളിച്ചു വരുത്തി കുടുംബത്തോടൊപ്പം ഉച്ചയൂണും കൊടുത്ത് സൗഹൃദവും പറഞ്ഞ് പിരിഞ്ഞതിന് ശേഷം അവിടെ താമസിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ദിവസം അവിടെ അദ്ദേഹം 2-3 ദിവസം കോവളത്ത് താമസിച്ചു. അദ്ദേഹത്തിന്റെ വസതിയിൽ ഒരു ദിവസം പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് രാഷ്ട്രീയ ബന്ധമാണുള്ളത്? എന്നിൽ കുറ്റം ആരോപിക്കുന്നവർ, എന്നെ സംഘിപ്പട്ടം ആരോപിക്കുന്ന ഇളമരം കരീം, അതുപോലെ ഈ CPM-ന്റെ സംസ്ഥാന EP ജയരാജൻ ഉൾപ്പെടെയുള്ളവർ എന്താ ഇതിനെക്കുറിച്ച് അഭിപ്രായം? ഞാൻ വേറെന്ത് പറയാം? നമുക്കെല്ലാം അറിയാമല്ലോ, നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച് ജയിച്ച് CPM-ന്റെ MLA ആയി. അടുത്ത പ്രാവശ്യം അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ നേരെ BJP-യിലേക്ക് പോയി. അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. ആ കേന്ദ്രമന്ത്രിയായ ഈ അൽഫോൺസ് കണ്ണന്താനത്തെ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കൂടി കേരള ഹൗസിൽ പ്രത്യേകമായ ഉച്ചസദ്യ ഒരുക്കി അദ്ദേഹത്തെ സ്വീകരിച്ചാനയിച്ചു. ഞാൻ കണ്ടതാണ്, സാക്ഷിയാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ വരുമ്പോൾ സ്വീകരിക്കാൻ നിൽക്കുന്നത് പോലെ കേരള ഹൗസിന്റെ പുറത്തുള്ള പടിയിൽ കാത്തു നിൽക്കുകയാണ്. ആരെ? സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് അദ്ദേഹത്തിന്റെ ഭാഷയിലാണെങ്കിൽ കുലംകുത്തിപ്പണി നടത്തി തിരിച്ചുപോയി BJP-യിൽ ചേർന്ന ഒരു കേന്ദ്രമന്ത്രിയെ സ്വീകരിക്കാൻ CPM-ന്റെ 2 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കേരള ഹൗസിന് പുറത്ത് കാത്തു നിൽക്കുകയാണ് പരിവാരങ്ങളുമായി. എന്നിട്ട് പറഞ്ഞ വാചകം എന്താണ്? എൻ്റെ ഗുരുവാണ് പിണറായി വിജയൻ എന്നല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇവരൊക്കെ പറയുന്നതിനകത്ത് എന്ത് രാഷ്ട്രീയമാണുള്ളത്? അപ്പോൾ അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതെല്ലാം തെളിയിക്കുന്നത് എന്താണ്? ഇതെല്ലാം തെളിയിക്കുന്നത് മറ്റുള്ളവരെ ആക്ഷേപിക്കുക, മറ്റുള്ളവരെ സംഘിപ്പട്ടം ചാർത്തുക, മറ്റുള്ളവരെ ബ്രാൻഡ് ചെയ്യുക പല രൂപത്തിൽ, തങ്ങൾ ചെയ്യുന്നതിനെ മുഴുവൻ തമസ്കരിക്കുക. ഈ നയമാണ്, ഈ നിലപാടാണ് അവർ തുടരുന്നത്. നിരവധി സംഭവങ്ങൾ. ഇപ്പം ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനാണ് വന്നത്. അത് കഴിഞ്ഞ് BJP-യുടെ റാലി ആയിരുന്നു. 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് കൊച്ചി കപ്പൽശാലയിൽ പരിപാടി ഉണ്ടായിരുന്നത്. ആ ഒരു 3 ദിവസത്തെ അങ്ങാണ്ട് പര്യടനത്തിന് വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ സഖാവ് ജ്യോതി ബാസുവിൻ്റെ നാമധേയത്തിലുള്ള ഒരു മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നടത്താൻ മുൻകൂട്ടി നിശ്ചയിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്ത് പോകാനിരുന്ന അദ്ദേഹം തനിക്ക് പകരമായി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് ആയി P. രാജീവിനെയും ചുമതലപ്പെടുത്തിയതിന് ശേഷം എല്ലാ ഷെഡ്യൂളും ഓവർലുക്ക് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാമെന്നതിൻ്റെ കാര്യം എന്താണ്? അദ്ദേഹത്തെ യാത്ര അയക്കാൻ അദ്ദേഹം ഇതിൻ്റെയൊക്കെ പിന്നിലെ രഹസ്യം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഇന്ത്യ രാജ്യത്ത് സ്വസ്ഥമായി ഭരിക്കാൻ കഴിയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ശല്യവും ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഏക BJP ഇതര ഗവൺമെൻറ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM ഗവൺമെൻറ്റാണ്. അദ്ദേഹത്തിനെതിരെ സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ തട്ടിപ്പ്, ഇപ്പം മാസപ്പടി വിവാദം വരെ വന്നിരിക്കുന്നു. എന്നിട്ടും അദ്ദേഹം യാതൊരു പ്രശ്നമില്ലാതെ സുഖമായി ഭരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ കൃത്യമായ തെളിവുകളായിട്ട് വന്നിട്ട് പോലും ഒരു അനക്കവുമില്ല. എന്തുകൊണ്ടാണ്? BJP-യുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഔദാര്യത്തിന് കീഴിലല്ലേ സത്യത്തിൽ പിണറായി വിജയൻ ഈ കേസുകളിലൊന്നും പെടാതിരിക്കുന്നത്? ഇപ്പോൾ ഡോളർ കള്ളക്കടത്ത് സത്യത്തിൽ കേന്ദ്രം ശക്തമായി ഇടപെടേണ്ട കേസല്ലേ? 164 സ്റ്റേറ്റ്മെൻ്റ് അല്ലേ സ്വപ്ന സുരേഷ് കോടതിയിൽ കൊടുത്തത്? കൃത്യമായി അവർ പറഞ്ഞില്ലേ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്ന്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ 100 ദിവസം ജയിലിൽ കിടന്നില്ലേ? 100 അല്ല, ഒരു കൊല്ലം ജയിലിൽ കിടന്നില്ലേ? ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം എന്താണ് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി? പ്രൈവറ്റാണ്, ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും പ്രൈവറ്റ് സെക്രട്ടറി, പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ഹൂം? ആർക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി? CM-ന് വേണ്ടിയിട്ടാണ്. ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്തു. എന്തേ ചോദ്യം ചെയ്യാത്തത്? 1 കൊല്ലം ജയിലിൽ കിടന്ന സ്വന്തം പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ജയിലിൽ കിടക്കുമ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ ഈ ട്രാൻസാക്ഷൻസ് നടന്നത് എന്ന് കേവലമായിട്ടൊന്ന് അന്വേഷിക്കണ്ടേ? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആയാലും CBI ആയാലും ഇൻകം ടാക്സ് അതോറിറ്റീസ് ആയാലും ഒന്നും നടന്നില്ലല്ലോ. അങ്ങനെ എത്ര കേസുകളാണ് ഡോളറുമായി ബന്ധപ്പെട്ട കള്ളക്കടത്ത് കേസ്? മാത്രമല്ല, ധാരാളം ഡിസ്പ്രപ്പോർഷനേറ്റ് വെൽത്ത് അക്കൂമുലേഷൻ ഉൾപ്പെടെ നിരവധി കേസുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. ഒന്നും അന്വേഷിക്കാനും പോകുന്നില്ല, നടപടി സ്വീകരിക്കാനും പോകുന്നില്ല. ഇപ്പോഴത്തെ മാസപ്പടി വിവാദം എന്നത് ക്ലിഞ്ചിങ് എവിഡൻസ് ഉള്ള ഒരു കേസല്ലേ? എന്തേ ഒരു നടപടി? ഞാൻ ചോദിക്കുന്നു, 2019 ഇവർക്കെതിരായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടന്നു. അന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു.
അല്ല 19 കഴിഞ്ഞ് 21 21 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ അന്വേഷണം നടക്കും. അന്വേഷണം നടക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള അന്വേഷണം വരുമ്പോൾ, മമതാ ബാനർജിക്കെതിരായിട്ടുള്ള അന്വേഷണം വരുമ്പോൾ, MK സ്റ്റാലിനെതിരായി വരുമ്പോൾ, കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്കെതിരായി, രാഹുൽ ഗാന്ധിക്കെതിരായി, സോണിയാഗാന്ധിക്കെതിരായിട്ടും ഒക്കെ വരുമ്പോൾ ഫുൾ പേജ് വാർത്തയല്ലേ? അന്വേഷണത്തിൻ്റെ നാൾവഴികൾ മാധ്യമങ്ങൾക്ക് ലഭ്യമാണല്ലോ. എന്തേ ഇത് രഹസ്യമായി സൂക്ഷിച്ചു? അപ്പോൾ വളരെ വ്യക്തമാണ്, കൃത്യമാണ്. കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM-ലെ ഒരു വിഭാഗവും കേന്ദ്രത്തിലെ BJP-യും തമ്മിലുള്ള അവിഹിതവും അവിശുദ്ധവും അലിഖിതവുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തർധാര നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കേരളം ഇനിയും മനസ്സിലാക്കുന്നില്ല. എന്താണ് ആ രാഷ്ട്രീയം? ആ രാഷ്ട്രീയമാണ് സത്യത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ടത്. കാരണം സുരേന്ദ്രൻ അത് കൃത്യമായി പറഞ്ഞു. BJP പ്രസിഡന്റ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദുർബലപ്പെടും. പിന്നെ കേരളത്തിൽ ഇനി മത്സരിക്കാൻ പോകുന്നത് ഞങ്ങളും CPM-ഉം തമ്മിലാണ്. ഇതാണ് BJP ലക്ഷ്യം വെക്കുന്നത്, CPM ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് കേരളത്തിൽ ദുർബലപ്പെട്ടാൽ അതിൻ്റെ ഗുണഭോക്താക്കളായി വരാൻ പോകുന്നത് CPM-ഉം BJP-യുമാണ്. ഇന്ന് കേരളത്തിലുള്ള രാഷ്ട്രീയ ധ്രുവീകരണം, പൊളിറ്റിക്കൽ പോളറൈസേഷൻ LDF വേഴ്സസ് UDF ആണ്. ആ LDF വേഴ്സസ് UDF എന്നുള്ള രാഷ്ട്രീയ സമവാക്യം മാറി BJP വേഴ്സസ് CPM എന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറിയാൽ BJP കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായി മാറും. ജനങ്ങൾക്ക് മറ്റു മാർഗമില്ല. അതേസമയം CPM-ൻ്റെ ബെനിഫിറ്റ് 45-49% വരുന്ന ന്യൂനപക്ഷത്തിൻ്റെ പിൻബലത്തോടുകൂടി എക്കാലവും കേരളം ഭരിക്കാം. അതാണെന്ന് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപ്പീസ്മെൻറ്റ്. അതാണ് CPM-ൻ്റെ കണക്കുകൂട്ടൽ. അപ്പോൾ തുടർഭരണം ഉറപ്പുവരുത്താൻ BJP വളർന്നോട്ടെ, പ്രധാന പ്രതിപക്ഷ കക്ഷിയായി, പക്ഷേ ഞങ്ങൾക്ക് തുടർന്നും ഭരിക്കാം. ഈ രാഷ്ട്രീയമാണ് CPM-നെ നയിക്കുന്നത്. അതായത് കേരളത്തിൽ ഇപ്പം ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ എല്ലാ അഴിമതി ഏത് മേഖല എടുത്താലും അഴിമതിയാണ്, എന്ത് തൊട്ടാലും അഴിമതിയാണ്. അവസാനം കരിമണലിൻ്റെ കാര്യത്തിൽ 40,000 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് പറയുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നിട്ട് പോലും പ്രേമചന്ദ്രൻ MP എന്താണ് അതിനെതിരെ ശക്തമായിട്ട് വേണ്ടത്ര രൂപത്തിൽ പൊരുതാത്തത്? കാരണം താങ്കളെയാണ് പരനാറി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആദ്യമായി വിശേഷിപ്പിച്ച് പൊതുസമൂഹത്തിൽ മോശപ്പെടുത്താൻ ശ്രമിച്ചത്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം തന്നെ നന്ദകുമാർ കണ്ടു, ഞാൻ കൊട്ടാരക്കരയിൽ നടത്തിയ ഒരു പ്രസംഗം ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് കണ്ടു വൈറലായത്. എൻ്റെ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളായിരുന്നു, കുറിക്കുകൊള്ളുന്ന ചോദ്യമായിരുന്നു. ഞാനങ്ങനെ പ്ലാൻ ചെയ്തെന്നും പറഞ്ഞല്ല, സാന്ദർഭികമായി പറഞ്ഞത്. എൻ്റെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, കേരളത്തിലെ ഒരു വ്യവസായി, അയാൾ രാഷ്ട്രീയ പ്രവർത്തനം രണ്ടാമത്തേതാണ്, ഞങ്ങളും കൊടുത്തിട്ടുണ്ട്. അതെ, അറിയപ്പെടുന്നൊരു വ്യവസായിയാണ്. ഈ സംസ്ഥാനത്തിൻ്റെ എൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചും ആ കുടുംബത്തെക്കുറിച്ചും ഇത്രയും ആക്ഷേപകരമായ ഒരു പരാമർശം നടത്തിയിട്ട് പ്രതികരിക്കാനോ ഒരാൾ CPM-ലില്ലേ? ഞാൻ പ്രധാനമന്ത്രിയുമായി ഉച്ചഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ എത്ര പ്രതികരണമായിരുന്നു. ഒരാഴ്ച കേരളത്തിൽ വിവാദമായിരുന്നല്ലോ. എത്ര CPM നേതാക്കളാണ് മുമ്പോട്ട് വന്നത്? ലീഗിന് 3-ാം സീറ്റ് കിട്ടാത്തതിൽ പ്രതികരിക്കാൻ LDF കൺവീനറും പാർട്ടി സെക്രട്ടറിയും P. രാജീവും മന്ത്രിമാർ വരിവരിയായി നിന്നല്ലോ. ഈ മന്ത്രിമാർക്കും ഈ പാർട്ടി നേതാക്കളും എന്തേ ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല? ഗൗരവതരമായിട്ടുള്ള ചോദ്യമല്ലേ? അതുപോലെ തന്നെ ഞങ്ങൾക്കറിയാം, ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വകാര്യവൽക്കരണത്തിനെതിരായി CMRL കമ്പനിയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരാളാണ് ഞാൻ. എനിക്കറിയാം, എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ വരെ നിശ്ചയിച്ച വിവരം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഈ വിഷയം ടേക്കപ്പ് ചെയ്തിരിക്കുന്നത് മാത്യു കുഴൽനാടനാണ്. അദ്ദേഹം നന്നായി അത് പെർഫോം ചെയ്യുന്നുണ്ട്. മാത്യു കുഴൽനാട്, ഷോൺ ജോർജ് ഞങ്ങളുടെ ഒക്കെ പിന്തുണ ആ കാര്യത്തിനുണ്ട്, ഒരു സംശയം വേണ്ട കാര്യം. അല്ല, ഇവിടെ ഒരു ചോദ്യമാണ്. അതായത് താങ്കൾ ഇത്തരത്തിൽ പബ്ലിക്കായി പ്രസംഗിക്കുന്നു, പക്ഷേ താങ്കൾക്കറിയാം, ഞാൻ 2005 പുറത്തു കൊണ്ടുവന്ന പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ പ്രതിയാണെന്ന് കൊണ്ടുവരികയും അതിൻ്റെ പേരിൽ എൻ്റെ ഓഫീസ് ആക്രമിക്കുകയും വേട്ടയാടിക്കപ്പെടുകയും ചെയ്ത, എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തൊക്കെയാണ്. അതിനുശേഷം ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം കൊണ്ടുവന്നു, അദ്ദേഹം പിണറായി വിജയൻ പ്രതിയായി. ആ കേസ് സുപ്രീം കോടതിയിൽ കിടക്കുന്നു. താഴെ കോടതികളൊക്കെ അട്ടിമറിച്ചു എന്ന ആരോപണം വന്നു. സുപ്രീം കോടതിയിൽ കിടക്കാൻ തുടങ്ങി 6 കൊല്ലമായി. എന്നിട്ട് പോലും പ്രേമചന്ദ്രൻ MP ഈ കാര്യത്തിൽ ഒരു തരത്തിലും ഇടപെട്ടതായി ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണത്? ഞാൻ ഒരിക്കലും
അങ്ങനെ ഒരു കോടതി ഇടപെടലുകളിലേക്കൊന്നും ഒരു കേസിലും ഇന്നേ വരെ പോയിട്ടില്ല. രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയും പ്രത്യാക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതിനപ്പുറത്ത് അങ്ങനെ കോടതി ലിറ്റിഗേഷൻസ് മുഖാന്തരമൊന്നും ഇത്തരം കാര്യങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ഒരു രീതിയും സ്വഭാവമൊന്നും എനിക്കില്ല. അല്ലാതെയുള്ള ഇടപെടലുകൾ വേറെ തരത്തിലുള്ള ഇടപെടലല്ലല്ലോ. അതായത് പാർലമെൻറ്റിൽ ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും പിണറായിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ യഥാർത്ഥ തെളിവാണ് സുപ്രീം കോടതിയിൽ നടക്കുന്നത്. ഓരോ തവണയും കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി സോളിസിറ്റർ ജനറൽ ചെന്നിട്ട് ആവശ്യപ്പെടുകയാണ് ഇത്തവണ മാറ്റണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 6 കൊല്ലമായി. 38 തവണ നേരിട്ടും ബെഞ്ച് വഴിയും 22 തവണ രജിസ്റ്റർ വഴിയും മാറ്റിവെച്ച് 60 തവണ മാറ്റിവെച്ചു കഴിഞ്ഞു. എന്നിട്ട് പോലും ഏറ്റവും അധികം പിണറായി വിജയൻ ആക്രമിച്ചിട്ടുള്ള പരനാറി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുള്ള അങ്ങയ്ക്ക് എന്താണ് അക്കാര്യത്തിൽ ഇടപെടാൻ ഇത്ര വിഷമം? വിഷമത്തിൻ്റെ പ്രശ്നം അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് പാർലമെൻറ്റിൽ ഡൽഹി രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. ശരിയാണത്. ആ പരിമിതി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഇടപെടലുകൾ BJPയെ ശാക്തീകരിക്കാൻ ഉപകരിക്കുമെന്നുള്ള ഒരു ഡിറ്ററൻ അല്ലെങ്കിൽ ഒരു പ്രതിരോധം തന്നെയാണ്. പലപ്പോഴും കേരള ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിനിശ്ചിതമായ വിമർശനം മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ ഉയർത്തേണ്ടതായിട്ടുണ്ട്. എന്തെല്ലാം അഴിമതിയാണ് കേരളത്തിൽ നടക്കുന്നത്. പക്ഷേ ഞങ്ങളത് സഭയിൽ അങ്ങനെ ഉന്നയിക്കാറില്ല. നിങ്ങളൊരു പൊതുവായി സ്വീകരിച്ചിട്ടുള്ള നിലപാടിൻ്റെ ഭാഗമാണ്. കാരണം BJPയെ കൂടുതൽ ശാക്തീകരിക്കാൻ മാത്രമേ അത് ഉപകരിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബോധപൂർവമായി ഡൽഹി രാഷ്ട്രീയത്തിൽ അത്തരം. കാരണം അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം CPM-ഉം RSPയും CPIയും കോൺഗ്രസും ഒക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ കോൺട്രഡിക്ഷനിലേക്ക് പോകും, രാഷ്ട്രീയമായിട്ടുള്ളൊരു തർക്കവിതർക്കങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് രാജ്യത്ത് ദേശീയ തലത്തിൽ ഒരു മതേതര ജനാധിപത്യ മുന്നണി രൂപപ്പെടേണ്ടത് അനിവാര്യമാണ് എന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് സത്യത്തിൽ ഇത്തരം വിഷയങ്ങൾ പാർലമെൻറ്റിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ഇതിനെയൊന്നും അനുകൂലിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ടത്. ശരിയാണ്, ഉന്നയിക്കേണ്ടതാണ്, ഒരു സംശയവും വേണ്ട. ഞാനത് ഏറ്റവും രസകരമായ കാര്യം അതിലെ പ്രതികളെല്ലാം മരിക്കാൻ തുടങ്ങി. അതെ, 9 പ്രതികളിൽ 4 പ്രതികൾ മരിച്ചു. ഒരു ക്രിമിനൽ അപ്പീൽ നിങ്ങൾ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ അക്വിറ്റലിന് മേലുള്ള, അത് കൺവിക്ഷൻ ആണെങ്കിലും മനസ്സിലാക്കാം, അക്വിറ്റലിന് മേലുള്ള ഒരു ക്രിമിനൽ അപ്പീൽ പെറ്റീഷൻ ഇത്രയും 6 വർഷക്കാലം 39 പ്രാവശ്യം അഡ്ജോൺ ചെയ്തിട്ടുള്ള ഒരു കേസ് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ 39 തവണയല്ല, 22 തവണ രജിസ്റ്റർ വഴി മാറ്റി, രഹസ്യമായി മാറ്റി. 39 തവണ ബെഞ്ച് വഴി, 22 തവണ ആരും അറിയാതെ രജിസ്റ്റർ വഴിയും മാറ്റിയിട്ടുണ്ട്. ഒരു ജഡ്ജിനെ കുറിച്ചിട്ട്, രമണ എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജിനെ കുറിച്ചിട്ട് ഞാൻ 100 കോടി രൂപയുടെ അലിഗേഷൻ ഒരു ഇംഗ്ലീഷ് പതിപ്പിനെ ക്രൈം ഇറക്കിയിട്ടുണ്ട്. അതിനെതിരെ അവർ നോട്ടീസ് പോലും അയക്കാത്തൊരു സംഭവമാണ്. അപ്പോൾ അത്രയും ഗുരുതരമായ ഒരു സംഭവം, കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി, 374.5 കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി. എന്നിട്ടും അങ്ങ് പറയുന്നു ഇടതുപക്ഷത്തെ നമ്മൾ ആക്രമിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നു സുപ്രീം കോടതി, പാർലമെൻറ്റിൽ. അത് ശരിയായ കീഴ്വഴക്കമാണ്. ഇത്രയും അഴിമതി നടത്തിയ താങ്കൾ തന്നെ പലപ്പോഴും പറഞ്ഞു അദ്ദേഹം വലതുപക്ഷത്തിൻ്റെ ആളാണ്, മുതലാളിത്തത്തിൻ്റെ ആളാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇടതുപക്ഷ ചിന്താഗതി പോലും ഇല്ലാത്ത വെറും ഒരു മുതലാളിത്തത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ള പിണറായി വിജയനെ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങ് രക്ഷപ്പെടുത്തുന്നത്? രക്ഷപ്പെടുത്തുകയല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പൊതു രാഷ്ട്രീയ നിലപാടിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളൊരു കൺസെൻസസാണ്. ഞാനത് നിഷേധിക്കുന്നില്ല. അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റിനെ പാർലമെൻറ്റിൽ കടന്നാക്രമിക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. ഞാനൊരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. ധനമന്ത്രി നിർമ്മലാ സീതാരാമനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. കേരളത്തിന് അർഹതപ്പെട്ട ഇൻ്റഗ്രേറ്റഡ് GST കൊടുക്കുന്നതിനുള്ള കാലതാമസം എന്താണ്? അത് കൊടുക്കേണ്ടതല്ലേ? സംസ്ഥാനത്തിന് അവകാശപ്പെട്ടത് നിഷേധിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ് തന്നെ രേഖ. അവർ മറുപടി പറഞ്ഞപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പ്രതിരോധത്തിലായി. ഇവിടെ ധനമന്ത്രിയും CPM ഇപ്പോൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രചരണം ഞാൻ അവരെ പ്രതിരോധത്തിലാക്കി എന്നുള്ളതാണ്. ശരിയാ, പക്ഷെ ഒരാഴ്ചയ്ക്കും കാശ് കിട്ടിയത് വേറെ കാര്യം. അപ്പം ഒന്ന് പൊളിറ്റിക്സ് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ശരിയാണ്, ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഫോറം തന്നെയാണ് പാർലമെന്റ്. പ്രത്യേകിച്ചും സോളിസിറ്റർ ജനറൽ കേന്ദ്ര ഗവൺമെന്റിന്റെ തുഷാർ മേത്ത. അതെ, അതായത് അദ്ദേഹം അമിത്ഷായുടെ വലങ്കയായിരുന്നു. ഗുജറാത്തിൽ അദ്ദേഹത്തിൻ്റെ കേസുകൾ വാദിച്ച ആളാണ്. ആ ആളാണ് ഇപ്പോൾ സോളിസിറ്റർ ജനറൽ. അദ്ദേഹമാണ് സുപ്രീം കോടതിയിൽ നേരിട്ട് പോയിട്ട് ഓരോ തവണയും
ഞങ്ങൾക്ക് സമയമില്ല പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്നത്. 6 കൊല്ലമായി. 2017 വന്ന കേസ് ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം. അതിൻ്റെ ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനം ദേശീയ തലത്തിൽ രൂപപ്പെടുന്ന പശ്ചാത്തലത്തിൽ അവരെ CPM-നെ പ്രതിരോധത്തിലാക്കുന്നത് മുന്നണിയുടെ രാഷ്ട്രീയത്തിന് ഗുണകരമല്ല എന്ന ഒരു പൊതു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ആകെ സ്വീകരിച്ചിട്ടുള്ളതാണ്. ഞാൻ മാത്രമല്ല, അതാണ് അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണം. അതായത് കൊല്ലം ഇലക്ഷനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ താങ്കളെ പരാജയപ്പെടുത്താൻ ഈ ഇടതുപക്ഷത്തിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ 2-3 കാര്യങ്ങൾ. ഒന്ന്, ജനങ്ങളോടൊപ്പം ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി 24/7 എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർക്ക് നടന്നാലും നടന്നില്ലെങ്കിലും അവർക്കൊരു പ്രതീക്ഷയുണ്ട്, നമ്മൾ ഇടപെടും. പരമാവധി ആ കാര്യങ്ങളിൽ അവരോടൊപ്പം നിൽക്കും. പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഉള്ള നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്തിയ പരിഗണന. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പരിഗണനയാണ്. പിന്നെ പാർലമെൻ്ററി രംഗത്തെ പെർഫോമൻസ്. അപ്പോൾ അത്രയും സുതാര്യമായ നിലയിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിലുള്ള ജനകീയ വിശ്വാസവും പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ ഘടകങ്ങളും ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ പറ്റുന്നത്. താങ്കൾ പറഞ്ഞു LDFൻ്റെ താങ്കളെ വിജയിപ്പിക്കുന്നത് ദേശീയ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും വ്യത്യസ്തമാണ്. പക്ഷേ അതേ സ്ഥലത്ത് ആലപ്പുഴയിൽ നിന്ന് ആരിഫിനെ വിജയിപ്പിച്ച LDF സ്ഥാനാർത്ഥിയെ നേരിയ വോട്ടിൻ്റെ 10,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചു. ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചത്. അല്ലെ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് എപ്പോഴും ഒരു പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ ദേശീയ തലത്തിലേക്കാണ് കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കാൻഡിഡേറ്റും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ആ കാൻഡിഡേറ്റ് ഒരു ഘടകമാണെന്ന് പറയാൻ നിങ്ങൾക്കറിയാം. എല്ലാ സ്ഥലത്തും കാൻഡിഡേറ്റ്സിനെ ഏത് മുന്നണിയായാലും നിർത്തുന്നത് പാർട്ടിയുടെ സീനിയോറിറ്റിയും അതിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഹൈറാർക്കിയുടെ അടിസ്ഥാനത്തിലല്ല, ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി. അപ്പോൾ അങ്ങനെ നിലയിൽ അതാണ് ഞാൻ പറഞ്ഞത്, മറ്റൊരു ആക്ടിവിറ്റീസും ഇല്ല. പൂർണ്ണമായും പൊതുപ്രവർത്തനം, ജനങ്ങളോടൊപ്പം, ജനങ്ങളുടെ ഇടയിൽ, അവരുടെ പ്രശ്നങ്ങളിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതുപോലെ എല്ലാ മത-സാമുദായിക വിഭാഗങ്ങളുമായിട്ടുള്ള സൗഹൃദം, ബന്ധം ഇതൊക്കെ തന്നെയാണ് അവർക്ക് പൊതുവെ സ്വീകാര്യനായി തീരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതായത് നമ്മൾ പൊതുവേ പറയപ്പെടുന്നത് CPM കേഡർ പാർട്ടിയാണ്. ആ കേഡർ പാർട്ടിയുടെ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയില്ല എന്നുള്ളതാണ്. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്. അവിടെയുള്ള 7 MLA-മാരും ഈ 7 നിയോജകമണ്ഡലം കൊല്ലം തുടങ്ങി ചവറ എല്ലാ മേഖലകളിൽ അവരുടെ ശക്തി കേന്ദ്രം, അവർക്ക് അവരുടെ സ്ഥാനാർത്ഥികളാണ് വിജയിക്കുന്നത്. നല്ല കാൻഡിഡേറ്റ്സിനെ നിർത്തിയിട്ടും കഴിഞ്ഞ തവണ ഒരൊറ്റ UDF കാൻഡിഡേറ്റ് വിജയിച്ചില്ല. അപ്പോൾ നല്ല കാൻഡിഡേറ്റ് എന്നുള്ള കാറ്റഗറി നോക്കുമ്പോൾ കഴിഞ്ഞ തവണ നല്ല കാൻഡിഡേറ്റ്സിനെ നിർത്തിയിട്ടുണ്ട്, എന്നിട്ടും ഒരു വിജയവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ സന്ദർഭത്തിൽ അത് മാത്രമാണോ കാരണം? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാഷ്ട്രീയം പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. അന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പരിശോധിച്ചാൽ കോവിഡിന് ശേഷം നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. തമിഴ്നാട് സംസ്ഥാനം ഒഴികെ, അത് ജയലളിതയുടെ മരണം കൊണ്ട് മാത്രമാണ്. ബാക്കി മുഴുവൻ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ തുടർഭരണമാണ് ലഭിച്ചത്. കാരണം കോവിഡിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ അവർക്ക് ആശ്വാസമായി എത്തിച്ചേർന്ന ഗവൺമെൻറ്റാണ്, ഏത് ഗവൺമെൻറ്റാണെങ്കിലും. അപ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം നല്ലതുപോലെ കേരളത്തിൽ ലഭിച്ചു. പിന്നെ മാത്രവുമല്ല, അന്ന് പ്രതിപക്ഷം പ്രതിരോധത്തിലായിരുന്നു. കാരണം ഒരു ആക്ടിവിറ്റീസ് നടത്താനോ ഇവരുടെ കൊള്ളരുതായ്മകൾ വെളിച്ചത്ത് കൊണ്ടുവരാനോ കഴിയാത്ത നിലയിൽ പ്രതിരോധത്തിലായി. അന്ന് രമേശ് ചെന്നിത്തല തുടർച്ചയായിട്ട് അദ്ദേഹത്തിനെതിരെ ശക്തമായ തെളിവുകൾ കൊണ്ടുവന്ന് നിരത്തി ഓരോന്നും ശരി ശരി എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ പോയിരുന്നു. സ്പ്രിംഗ്ലർ വിവാദം മുതൽ പബ്ലിക്കിനെ മൊബിലൈസ് ചെയ്യാൻ സഹായകരമായിരുന്നില്ല. COVID-19 ദുരന്തത്തിൻ്റെ ഘട്ടത്തിൽ അഴിമതി ആരോപണങ്ങളെക്കാൾ ജനങ്ങൾ ഈ മഹാദുരന്തത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ രണ്ടാമത്തെ പരിഗണനയായിരുന്നു. അതിൻ്റെ ബെനഫിറ്റ് പിണറായി വിജയനും CPM-നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടി. അതുതന്നെയാണ് തുടർഭരണത്തിന് ആധാരമായിട്ടുള്ള കാരണം. ഗവൺമെൻറ്റിൻ്റെ മികവുറ്റ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല, ദുരന്തത്തിൽ ജീവിച്ചത് ദുരിതബാധിതരായിട്ടുള്ള ജനങ്ങൾക്ക് ആശ്വാസമായി എത്തിച്ചേരാൻ പലർക്കും കഴിയില്ല. ഗവൺമെൻറ് സംവിധാനത്തിന് മാത്രമേ കഴിയൂ. ആ കാര്യത്തിൽ ഒരുപാട് വീഴ്ചകളുണ്ടെങ്കിൽ പോലും അതും ജനം പൊറുക്കും, സഹിക്കും. അപ്പോൾ അതുതന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ശരിയായ ഗവൺമെൻറ്റിൻ്റെ മുഖം ജനങ്ങൾക്കിപ്പോൾ നല്ലതുപോലെ വ്യക്തമായി. ഇങ്ങനൊരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു അധോലോക മാഫിയ സംസ്കാരത്തെയല്ലേ ഈ ഗവൺമെൻറ് പ്രതിനിധീകരിക്കുന്നത്. എന്ത് രാഷ്ട്രീയമാണ് ഈ ഗവൺമെൻറ്? അതിസമ്പന്ന ധനിക വർഗത്തോടുള്ള അമിതമായ വിധേയത്വവും
പാവപ്പെട്ട ജനസമൂഹത്തോട് പരമപുച്ഛവും അവഗണനയും, അതല്ലേ ഈ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവം. താങ്കൾ ലോക കേരള സഭ മുതൽ ഇങ്ങോട്ടുള്ള നവകേരള സദസ്സാണെങ്കിലും കേരളീയമാണെങ്കിലും മുഖാമുഖമാണെങ്കിലും എന്തൊരു ധൂർത്താണ് നടത്തുന്നത്, എന്തൊരു അഴിമതിയാണ് നടത്തുന്നത്. ഇത്രയും ധനപ്രതിസന്ധി സംസ്ഥാന ഖജനാവ് നേരിടുന്ന ഘട്ടത്തിൽ ഇപ്പോഴും ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച് പറയുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് 30 ലക്ഷം രൂപ നിങ്ങൾ കളക്ട് ചെയ്ത് മുഖാമുഖം പരിപാടി നടത്തണം. ഇവിടെ നിന്നാണ് ഈ പണം കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സമാന്തരമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുകയാണ് പാർട്ടിക്ക് വേണ്ടി. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ കേരളീയം നവകേരള സദസ്സ് മുഖാമുഖം, ഇതിൽ 3 തന്നെ കോടിക്കണക്കിന് രൂപ പാർട്ടി ഫണ്ടിലേക്കും പാർട്ടി നേതാക്കളിലേക്കും ഒഴുകിയെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയം അവർ കാണുന്നത്. ലക്ഷറിയുടെ രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം. ആർഭാട ജീവിതമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്ര. ധൂർത്ത് അവരുടെ പ്രവർത്തന ശൈലിയാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇടതുപക്ഷ നയവ്യതിയാനം സംഭവിച്ച ഈ പാർട്ടിയെ ഒരു ഇടതുപക്ഷ പാർട്ടി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നവ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ 1000 നാവാണ് എതിർക്കാൻ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും ഉദാരവൽക്കരണ നയം സ്വീകരിച്ചൊരു ഗവൺമെൻറ് ഉണ്ടാകില്ല. കാരണം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച് സംസ്ഥാനത്തിൻ്റെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ മസാല ബോണ്ട് ഇഷ്യൂ ചെയ്യാണ്, മണിയടിച്ച് തുറക്കുകയാണ്. ലണ്ടൻ മുതലാളിത്വത്തിൻ്റെ പറുദീസ എന്ന് വിശേഷിപ്പിക്കുന്ന ഊഹക്കച്ചവടത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും കാരണമായിട്ടുള്ള മുതലാളിത്വത്തിൻ്റെ ഏറ്റവും വലിയ മാധ്യമമായിട്ടുള്ള ആ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അദ്ദേഹം തുറന്നു കൊടുക്കുകയാണ് ലോക മുതലാളിത്ത സമൂഹത്തിന് വേണ്ടി. എന്നിട്ട് മസാല ബോണ്ട് ഇഷ്യൂ ചെയ്യുകയാണ്. എന്ത് കമ്മ്യൂണിസം, എന്ത് ഇടതുപക്ഷം. എന്നിട്ട് അവിടെ നിന്ന് 9.75% പലിശയ്ക്ക് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് 7.5% പലിശയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഗുരുതരമായ ക്രമക്കേടല്ലേ, അഴിമതില്ലേ? ആരെ സഹായിക്കാനാ? എല്ലാ ട്രാൻസാക്ഷൻ്റെയും പിന്നിൽ ഫൈനാൻഷ്യൽ കറപ്ഷനാണ്, സാമ്പത്തിക അഴിമതിയാണ്, ദുരൂഹമാണ് മുഴുവൻ ഇടപാടുകളും. ഇതെങ്ങാനും CBI എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചാൽ ജയിലിൽ നിന്ന് പുറത്തു വരാനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടും. അതായത് കഴിഞ്ഞ 8 വർഷമായി അദ്ദേഹം ഭരിക്കുന്നു, അദ്ദേഹത്തിനൊന്നും സംഭവിക്കുന്നില്ല. താങ്കളെപ്പോലുള്ള ശക്തരായ ആളുകൾ പുറത്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഇപ്പോഴത്തെ മാസപ്പടി വിവാദത്തിൽ വന്നിട്ടും മകളെ കൃത്യമായി ചോദ്യം ചെയ്തു, ആരും അറിയാതെ ചോദ്യം ചെയ്തു. അദ്ദേഹം എപ്പോഴും വളരെ സന്തോഷമുള്ള. അപ്പം അതിനെ എങ്ങനെ കാണുന്നു? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2021 ക്രൂഷ്യൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് BJP പ്രധാന പ്രതിപക്ഷ കക്ഷിയായി വളരാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് മാസപ്പടി വിവാദത്തെ സംബന്ധിച്ചുള്ള ED അന്വേഷണം നടക്കുന്ന വിവരം ഈ ഭൂമുഖത്ത് ആരും അറിഞ്ഞില്ല. അപ്പം BJP നൽകുന്ന ഒരു ഔദാര്യം മാത്രമാണ്. ആ ഔദാര്യം എന്നുവരെ നിൽക്കുമെന്ന് ഞാൻ പറയാം. കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്നവരെ നിൽക്കും. അത് കഴിഞ്ഞാൽ BJP ലൈൻ മാറ്റി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ രാഷ്ട്രീയം അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അജണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ CPM ആണ്. അതാണ് BJPയുടെ. ബംഗാളിൽ നമ്മൾ കണ്ടു, ത്രിപുരയിൽ നമ്മൾ കണ്ടു. എവിടെ പോയി CPM? ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ വോട്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷം അവരെ കൈവിട്ടു. അപകടകരമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് ആ CPM പോകുന്നത്. താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അറപ്പും വെറുപ്പുമാണ് ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. സത്യം പറഞ്ഞാൽ നിങ്ങൾ സാധാരണ ജനങ്ങളുമായി സംബന്ധിച്ചാൽ അറിയാം. ഇന്ന് മാർച്ച് 1 7 മാസമായി പാവപ്പെട്ട കർഷക തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും വിധവകളും വികലാംഗരും അതുപോലെ തന്നെ വാർദ്ധക്യകാല പെൻഷനും കിട്ടിയിട്ട് 7 മാസമായി. നിങ്ങളൊന്ന് ആലോചിക്കുക, ആ 7 മാസം ഈ പാവപ്പെട്ട ദുരിതമനുഭവിക്കുന്ന വല്യമ്മമാർക്ക് ഉൾപ്പെടെയുള്ള പെൻഷൻ കൊടുക്കാതിരിക്കുമ്പോഴാണ് 30-20 ലക്ഷം രൂപ ചെലവഴിച്ച് പന്തൽ നിർമ്മിച്ച് മുഖാമുഖം ഇദ്ദേഹം സൃഷ്ടിക്കുന്നത്. ഈ നവകേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-150 കോടി രൂപ ചെലവഴിച്ച് ഒരു സമ്മേളനം നടത്തിയത്. അതുപോലെ 100 കോടിയോളം രൂപ ചെലവഴിച്ച് പ്രഗത്ഭരായിട്ടുള്ള സെലിബ്രിറ്റീസിനെ മുഴുവൻ, സിനിമാ താരങ്ങളെ കേരളീയം. എന്തൊരു ധിക്കാരമാണ്, എന്തൊരു ധാർഷ്ട്യമാണ്. നിങ്ങൾ എന്നെക്കുറിച്ച് എന്തോ പറഞ്ഞോ, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊരു ചുക്കുമില്ല, ഞാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ചെയ്യുമെന്നുള്ള ധിക്കാരത്തോടും ഏകാധിപത്യ മനോഭാവത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ജനവികാരം ഭീകരമാണ്. അത് മുതലാക്കാൻ അല്ലെങ്കിൽ അത്
വോട്ടാക്കി മാറ്റാനുള്ള സംഘടനാപരമായ കരുത്തും ശക്തിയും ആർജിക്കാൻ UDF കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 കുറയാത്ത സീറ്റ് വാങ്ങി UDF ജയിക്കാൻ. അതായത് താങ്കൾ പറയുന്നു പിണറായി വിജയനെതിരെ ശക്തമായ ജനവികാരമുണ്ടെന്ന് പറയും. പക്ഷേ ഈ അടുത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ UDF അടക്കം സീറ്റുകൾ പിടിച്ചെടുത്തു. 6 സീറ്റുകളാണ്, 4 സീറ്റുള്ള ഇടതുപക്ഷ മുന്നണി 10 സീറ്റിലേക്ക് ചാടി. അതെന്താണ്? ഒരു പ്രാദേശികമായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്നൊരു മാറ്റമാണ്. എനിക്കറിയാം, പല സീറ്റുകളെ സംബന്ധിച്ചും നല്ലതുപോലെ അറിയാം. പല UDF തന്നെ അനൈക്യം പലപ്പോഴും അതിന് സഹായകരമായി തീരുന്നു. പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ചും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, എന്നാൽ അതിന് തൊട്ട് മുമ്പ് നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ മാറ്റമുണ്ടായി. അതൊരു മാനദണ്ഡമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവർക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ? CPM സംഘടനാപരമായ മെച്ചം. അതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഒരാൾ പറയുന്ന, സഖാവ് പറയുന്നത് തന്നെയാണ് കന്യാകുമാരി ഇന്ന് പാറശാല എന്ന് പറയുന്നത്. അച്ചടി. ശരി, ഇപ്പം രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രി എന്ന് പറയാനുള്ള സാഹചര്യം അതാണ്. ഇത്രയും ന്യായീകരണ വിഭാഗമുള്ള ഒരു പാർട്ടി വേറെ ഏതുണ്ടാകും? താങ്കളുടെ അഭിപ്രായത്തിൽ പിണറായി വിജയനെ താങ്കൾ നേരിട്ട് എങ്ങനെ വിലയിരുത്തുന്നു? താങ്കളെ പരനാറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണെന്ന് ഓർക്കണം. ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തനായ വക്താവായി കേരള രാഷ്ട്രീയത്തിലേക്ക് നടന്നു വന്ന് ആ രംഗത്ത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം അതിൻ്റെ CPM അതിശക്തനായിട്ടുള്ള കരുത്തരായ വക്താവായിരുന്നു, പ്രയോക്താവായിരുന്നു, ഒരു സംശയവുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം അന്യവർഗ സ്വാധീനത്തിൽപ്പെട്ട് ഇടതുപക്ഷ സ്വഭാവവും ജീവിതശൈലിയും നഷ്ടപ്പെട്ട കമ്മ്യൂണിസത്തെയും മാർക്സിസത്തെയും അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഉന്മൂലനത്തിന് സഹായകരമാകുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവായി പിണറായി വിജയൻ മാറി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിസമ്പന്ന ധനികവർഗത്തോടുള്ള അമിതമായ വിധേയത്വം വലയിലകപ്പെട്ടു. സാധാരണഗതിയിൽ പാർട്ടി ഭാഷയിലും ഇടതുപക്ഷ രീതിയിലുമൊക്കെ പറഞ്ഞാൽ അന്യവർഗ സ്വാധീനത്തിൻ്റെ വലയത്തിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്വത്വബോധം നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നഷ്ടപ്പെട്ടു. ഇന്ന് കേവലം തൻ്റെയും കുടുംബത്തിൻ്റെയും താല്പര്യങ്ങൾക്കപ്പുറത്ത് നാടിൻ്റെയും അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെയും ഇപ്പോൾ എങ്ങനെയും കുടുംബത്തെ ഈ പറയുന്ന ഗുരുതരമായ ക്രമക്കേടുകളിൽ നിന്ന് രക്ഷിച്ചെടുക്കുക എന്നതിനപ്പുറത്തേക്കുള്ള മറ്റെന്തെങ്കിലും അജണ്ട അദ്ദേഹത്തിനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ പറയണ്ടേ, ആർജവത്തോട് VS അച്യുതാനന്ദൻ്റെ മകനെതിരായി അഴിമതി ആരോപണം വന്നപ്പോൾ VS അച്യുതാനന്ദൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, എനിക്കറിയാം ഈ ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല എന്നെനിക്കറിയാം, പക്ഷേ പൊതുസമൂഹത്തിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ എൻ്റെ മകനെതിരായി ഉയർന്നു വന്ന ആരോപണത്തെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കണം എന്ന് അന്ന് പറയാനുള്ള ആർജവം, നട്ടലിൻ്റെ കശേരുബലം, ഇരട്ട ചങ്ക് സഖാവ് VS ഉണ്ടായിരുന്നു. എന്തേ സ്വന്തം മകൾക്കെതിരായി ഇത്രയും വേർഡിക്റ്റ് വന്നു, ഇത്രയും ആക്ഷേപം വന്നു? വരുന്നവനും പോകുന്നവനും വ്യവസായിയും എല്ലാവരും നിരന്തരം ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു പത്രസമ്മേളനം നടത്തി പറയണ്ടേ ഇത് അടിസ്ഥാനരഹിതമാണ്, അങ്ങനൊരു സംഭവമില്ല? എന്തേ പറയാത്തത്? എന്ത് ഇടതുപക്ഷ മൂല്യമാണ്, എന്ത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ്? മുമ്പ് കരുണാകരനൊക്കെ ഒരു ആരോപണം വന്നപ്പോൾ രാജിവെച്ചിരുന്നു. 2 തവണ അദ്ദേഹം രാജിവെച്ചു. പാമോയിൽ ഇഷ്യൂ വന്നപ്പോഴും അതേപോലെ 1980 അദ്ദേഹം രാജ്യം കേസ് വന്നപ്പോൾ രാജിവെച്ചു. എന്നാലിപ്പോൾ പിണറായി വിജയൻ ഇത്രയധികം ആരോപണങ്ങൾ മുന്നിൽ വന്നിട്ടും, കോടതി വിധികളടക്കം വന്നിട്ടും, അദ്ദേഹത്തിനെതിരെ മകൾക്കെതിരെ ശക്തമായി തെളിവുകൾ മുന്നിൽ വന്നിട്ടും അദ്ദേഹം അതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ നിൽക്കുന്നതിന് കാരണം എന്താണ്? ന്യായീകരണവുമായി ശക്തമായ ഒരു പാർട്ടി തന്നോടൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, എന്ത് തിന്മ ചെയ്താലും തെറ്റ് ചെയ്താലും തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്ന ഒരു വിഭാഗമായി CPM മാറി. അതിന് കാരണമുണ്ട്. CPM തന്നെ ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു. അതൊരു വലിയ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയി. ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഒരു സർക്കുലർ ഇറക്കിയാൽ, ഒരു കാര്യം പറഞ്ഞാൽ വില്ലേജ് ഓഫീസറും അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അതാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അത് സംഭവിച്ചു. പക്ഷേ ഓരോ കാലഘട്ടത്തിലും ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിക്കാറുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇന്നേ വരെ ഇല്ലാത്ത അഴിമതിയും ധൂർത്തും കൊള്ളയും സ്വർണ്ണക്കള്ളക്കടത്തും എല്ലാം നടത്തിയിട്ടും അദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷം വേണ്ടത്ര രൂപത്തിൽ പ്രതികരിക്കാത്തതുകൊണ്ടല്ലേ അദ്ദേഹം ഇത്ര സുഖമായി കഴിഞ്ഞുകൂടുന്നത്? പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരം പ്രശ്നങ്ങളല്ലേ ഈ ഗവൺമെൻറ്റിനെതിരായി? നിരന്തരം വിവാദങ്ങളും പ്രശ്നങ്ങളുമാണ്. അതിൻ്റെ പരിമിതിയുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ നമുക്കറിയാം, CPM പോലെ ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയെ പോലെ
ആ ഒരു നിലയിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് പരിമിതികളുണ്ട്. പക്ഷേ മുൻകാലങ്ങളെ അപേക്ഷിച്ച് പരിശോധിച്ച് നോക്കിയാൽ ഇപ്രാവശ്യം UDF എന്തുമാത്രം ജനകീയ സമരങ്ങൾ, എത്ര കുട്ടികളാണ് ഇപ്പോഴും ആശുപത്രിയിൽ. ഇതിനൊക്കെ എതിരായി പ്രതികരിച്ചതിൻ്റെ പേരിൽ മാരകമായിട്ടുള്ള പോലീസിൻ്റെ കടന്നാക്രമണമല്ലേ. എത്ര പേർക്കെതിരായിട്ട് എത്ര ലക്ഷം രൂപയാണ് കെട്ടിവെച്ചത്. KPCC വിവിധ കോടതികളിൽ കെട്ടിവെച്ചത് എനിക്കൊന്ന് 1 കോടിയിലധികം രൂപയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ. അങ്ങനെ പറയുമ്പോൾ ഡൽഹിയിൽ കെജ്രിവാൾ വന്ന സംഭവം, അവിടെ ഉണ്ടായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഇഷ്യൂവിൻ്റെ പുറത്താണ് അദ്ദേഹം ഒന്നുമില്ലാത്ത കെജ്രിവാൾ ഒറ്റയടിക്ക് കയറി വന്നത്. ജനങ്ങളെ സംഘടിപ്പിച്ച് അതിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും അതിനെതിരെ പോരാട്ടം നടത്തുകയും അങ്ങനെ ആ ഗവൺമെൻറ് തൂത്തെറിയുകയുണ്ടായി. ഇവിടെ അങ്ങനെയാവുന്നു നടക്കാത്തതിനെ ഇങ്ങനെ ന്യായീകരിക്കുന്നത് ശരിയാണ്? അല്ല, വരും. അടുത്തിപ്പോൾ നമ്മളെ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പ്രാവശ്യം ഈ ഗവൺമെൻറ് തകർന്ന് തരിപ്പണമാകും, ഒരു സംശയം വേണ്ട കാര്യം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ CPMൻ്റെ തന്നെ ഗുരുതരമായ തകർച്ചയ്ക്ക് വഴിതെളിക്കുന്നതായിരിക്കും. ഈ പിണറായി വിജയൻ ഒന്ന് അധികാരം നഷ്ടപ്പെട്ടാൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകാൻ പോകുന്ന കലാപം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. എൻ്റെ അഭിപ്രായത്തിൽ പുറത്തുള്ളവർക്കുള്ള അസംതൃപ്തിയേക്കാൾ അസ്വസ്ഥതയേക്കാൾ കൂടുതലാണ് CPM റാങ്ക് ആൻഡ് ഫയലിലുള്ളത്. അതിൻ്റെ ഉള്ളിൽ എന്തുമാത്രം സംഭവങ്ങളുണ്ടാകും? അത് ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് സത്യത്തിൽ ആ പാർട്ടി. എനിക്കറിയാം സാധാരണ പാർട്ടി സഖാക്കൾ, അവർക്കൊന്നും ഇതിനൊരു പങ്കുമില്ല. സോവിയറ്റ് യൂണിയനിലും റുമേനിയയിലും അങ്ങനെയുള്ള കിഴക്കനുണ്ടായ പോലെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ചതിന് സമാനമായതിന് ഏതാണ്ട് അതുപോലെയാണല്ലോ ചെഷസ്ക്യൂവിൻ്റെ വീട് റെയ്ഡ് നടത്തിയ 100 സ്വർണ്ണപ്പാതകങ്ങൾ ഉൾപ്പെടെയല്ലേ കണ്ടെത്തിയത്. ഇതിപ്പോൾ അതിലേക്കല്ലേ ഈ ധൂർത്തും അഴിമതിയും ആർഭാട ജീവിതവും അതിലേക്കല്ലേ നയിക്കുന്നത്. അതിലേക്ക് നയിക്കുന്നു എന്ന് മാത്രമല്ല, നിസ്സുവർഗത്തെ പൂർണ്ണമായും നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന സ്ഥിതിയല്ലേ ഉണ്ടാകും. അതായത് ജനങ്ങൾ, പാർട്ടി അണികൾ തന്നെ ഒരു സമയത്ത് കല്ലെറിഞ്ഞ് ഓട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തിച്ചേരുന്നാണോ അങ്ങ് പറയുന്നത്? പാർട്ടി തന്നെ പ്രതികരിക്കുന്ന സ്ഥിതി വരും, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അത് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ അധികാരത്തിൽ നിന്ന് അദ്ദേഹം ഇപ്പം പ്രതികരിക്കാത്തതിൻ്റെ കാരണം ഞാൻ നേരത്തെ ഇപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. ഇതൊരു ജനകീയ മുന്നണിയല്ല, ജനകീയ രാഷ്ട്രീയമല്ല അവർ. ഇതൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. CPM എന്നൊരു വലിയ സ്ഥാപനമാണ്. അവന് വലിയ മൂലധനമുണ്ട്, വലിയ ആസ്തിയുണ്ട്, വാർഷിക വരുമാനമുണ്ട്, പ്രതിമാസ വരുമാനമുള്ള ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റും അതിനനുസരിച്ച് ചെലവും. അങ്ങേപോലെ ഇടതുപക്ഷത്തിൻ്റെ ശക്തനായ ഒരു വ്യക്താവ് താങ്കൾ പാർലമെൻറ്റിൽ ഗർജിക്കുന്നു. ആ ഗർജനം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നു, ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്നു. അങ്ങേപ്പോലുള്ള ഒരാൾക്ക് എന്തുകൊണ്ടാണ് ഈ പിണറായി വിജയൻ്റെ ഇത്തരം ശക്തമായിട്ടുള്ള തട്ടിപ്പുകൾക്കെതിരെയും കൊലപായി ഈ അഴിമതിക്കെതിരെയും മുന്നിൽ നിന്ന് നയിക്കാൻ ശ്രമിക്കാത്തത്? ഞങ്ങൾക്കൊക്കെ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയെ പോലുള്ള നെറ്റ്വർക്കിനെ കുറിച്ച് അങ്ങേക്ക് ശക്തമായ ബോധ്യമുണ്ട്. കെജ്രിവാളിനെ പോലെയുള്ള പ്രവർത്തനം അങ്ങ് എന്തുകൊണ്ടാണ് നടത്താത്തത്? ഞങ്ങൾക്ക് അതിനുള്ളൊരു സംവിധാനത്തിൻ്റെയൊക്കെ പരിമിതികൾ നല്ലതുപോലെയുണ്ട്. നിങ്ങൾക്കറിയാം, നിൽക്കുന്ന പ്ലാറ്റ്ഫോമും വളരെ പ്രധാനപ്പെട്ടതാണ്. RSPയെ പോലൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ സംഘടനാപരമായ ശേഷിയിലും പരിമിതിയിൽ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ ഗവൺമെൻറ് വിമർശിച്ചു. ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവാണ്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ നയങ്ങളെയും നഖശികാന്തം എതിർക്കുകയും കൃത്യതയോടുകൂടി വിമർശിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി RSPയാണ്. അത് ഞാനായാലും ഷിബു ബേബി ജോൺ ആയാലും ASIS ആയാലും ഞങ്ങളൊക്കെ വളരെ ഭംഗിയായി ബ്ലണ്ടായി തന്നെയാണ്, പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് എല്ലാ ഘട്ടങ്ങളിലും നിശ്ചിതമായിട്ടുള്ള വിമർശനം ഉയർത്തിയത്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ല. സംഘടനാപരമായ പരിമിതികൾ പല കാര്യങ്ങൾക്കും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ഈ കഴിഞ്ഞ 2 ഇലക്ഷനിലാണ് അങ്ങ് വിജയിച്ചിട്ടുള്ളത്. ആ ആദ്യഘട്ടത്തെ, അതായത് MA ബേബിയുമായുള്ള ഫൈറ്റിനെ എങ്ങനെ അങ്ങ് കാണുന്നു? സത്യത്തിൽ അതൊരു വലിയ പരീക്ഷണ ഘട്ടമായിരുന്നു. 34 വർഷക്കാലത്തെ LDFൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് പെട്ടെന്ന് മാറി UDFൻ്റെ ഭാഗമായി മാറുമ്പോൾ വലിയ ആശങ്കയുണ്ടായിരുന്നു. എൻ്റെ മനസ്സ് പോലും അതിന് ഭാഗമായിരുന്നില്ല. UDFൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് പോകാൻ മനസ്സ് പോലും ഭാഗമായിരുന്നില്ല. ഒരു സങ്കീർണമായ മാനസികാവസ്ഥയുമായിട്ടാണ് 14ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 രംഗത്ത് വന്നത്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും നൽകിയ നിസ്സീമമായ പിന്തുണ, ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹകരണം, അതെന്നെ ഈ പറയുന്ന പ്രശ്നത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് മാത്രമല്ല, അമിത ആവേശത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള കഴിവും കരുത്തും ശക്തിയും കോൺഗ്രസ് പ്രവർത്തകർ നൽകി. അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ആ തലേ ദിവസം വരെ ഞാൻ അവർക്കെതിരായി ആഞ്ഞടിച്ചുകൊണ്ട് നിന്ന് എന്നെ അവർ അത് കേവലം ഭംഗിവാക്കിന് വേണ്ടിയിട്ടല്ല, വളരെ ഉള്ളിൽ തട്ടി അവർ എന്നെ 10 ദിവസം കൊണ്ടുള്ള RSPയിലേക്ക് കോൺഗ്രസിലെത്തി.
ആ ഒരു സ്വീകരണമാണ് സത്യത്തിൽ തുടർന്നങ്ങോട്ടുള്ള പ്രവർത്തനത്തിന് എനിക്ക് കരുത്തായി മാറിയത്, ശക്തിയായി മാറിയത്. അത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം വരെ വന്നു. നല്ല വിജയം കൈവരിക്കാനും കഴിയും. അന്ന് ക്രൈമും ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ക്രൈമിൻ്റെ കോപ്പികൾ പിടിച്ചെടുത്ത് അതിനെതിരെ പ്രതികരിക്കും MABP ചെയ്തിട്ടുണ്ട്. അതെ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് അന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് എൻ്റെ ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പരീക്ഷണം തന്നെയായിരുന്നു. ആ പരീക്ഷണത്തെ അതിജീവിക്കാൻ കഴിഞ്ഞു, വിജയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ജീവിതത്തിൽ ഒരു വലിയ നേട്ടം തന്നെയാണ്. രാഷ്ട്രീയത്തിലെയും പൊതുജീവിതത്തിലെയും ഒരു വലിയ നേട്ടം തന്നെയാണ്. രണ്ടാമത് അതിനുശേഷം ഇവിടുത്തെ ഏറ്റവും ശക്തനായ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയാണ് താങ്കൾ നേരിട്ടത്. അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? അപ്പോഴൊക്കെ കുറേ റിലാക്സ്ഡ് ആയി സത്യത്തിൽ. MA ബേബിയെ പോലെയുള്ള ശക്തനായ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം, സംസ്ഥാനത്തിൻ്റെ മുൻ മന്ത്രി, അതുപോലെ ഞാനുമായി ക്യാബിനറ്റ് കൊളീഗായിരുന്നു. അദ്ദേഹവുമായിട്ടുള്ള മത്സരത്തിന് ശേഷം കുറേ കൂടി റിലാക്സ്ഡ് ആവാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും നല്ല മത്സരമായിരുന്നു. പിന്നെ അനുകൂലമായ 2-3 ഘടകങ്ങൾ. ഒന്ന്, ശബരിമല ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നം, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം, ഇതൊക്കെ വളരെ അനുകൂലമായ തരംഗം സൃഷ്ടിച്ചു 2019 തെരഞ്ഞെടുപ്പിൽ. 2024 തെരഞ്ഞെടുപ്പിൽ അനുകൂലമായ ആ ഘടകങ്ങൾ രണ്ടുമില്ലെങ്കിൽ പോലും അതിനെ അതിജീവിക്കാൻ പര്യാപ്തമായ നിലയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ഈ ഗവൺമെൻറ്റും ഈ മുഖ്യമന്ത്രിയും തന്നെയാണ്. ഈ മുഖ്യമന്ത്രിക്കും ഈ ഗവൺമെൻറ്റിനുമെതിരായിട്ടുള്ള നുരഞ്ഞു പൊന്തുന്ന ജനരോഷം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാക്കാണ് അറപ്പും വെറുപ്പും. അത് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായിട്ടുള്ള താങ്കൾ ഈ ഇലക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതെ. ഈ ഇലക്ഷനിൽ ഈ മണ്ഡലത്തിൽ എന്തെല്ലാം ഇഷ്യൂസാണ് പ്രധാനമായിട്ടുള്ളത്? ഞങ്ങൾ ഈ പാർലമെൻറ്റ് ഇലക്ഷനെ പ്രധാനമായും രാഷ്ട്രീയ മത്സരമായിട്ടാണ് കാണുന്നത്. CPM-ഉം LDF-ഉം ഈ മത്സരത്തെ, കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ മത്സരത്തെ രാഷ്ട്രീയേതര മത്സരമാക്കി മാറ്റാനാണ് പരിശ്രമിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ രാഷ്ട്രീയ മത്സരത്തിലൂടെ UDF-നെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഒരു രാഷ്ട്രീയേതര മത്സരമാക്കി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ CPM പരിശ്രമിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് രാഷ്ട്രീയ മത്സരമാക്കി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റുക. അതിൽ പ്രധാനം മതേതര ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ വെക്കുന്ന രാഷ്ട്രീയം. 2, കേരളത്തിലെ ഈ ഗവൺമെൻറ്റിന്, ജനവിരുദ്ധ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ താക്കീതായി ഈ തെരഞ്ഞെടുപ്പ് മാറും. 3, കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ കശുവണ്ടി വ്യവസായത്തിലെ തൊഴിലാളികളടക്കം ഈ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശക്തമായ ജനപിന്തുണ ഈ കാര്യത്തിൽ ആർജിക്കേണ്ടതായിട്ടുണ്ട്. ഈ നിയോജക മണ്ഡലത്തിൻ്റെ സർവ്വതോമുഖമായിട്ടുള്ള വികസന പ്രവർത്തനത്തിൽ നിർണായകമായ മുന്നേറ്റം വഹിക്കാൻ അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ 361 കോടി രൂപ ചെലവഴിച്ച് പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുക, നാഷണൽ ഹൈവേ രംഗത്ത്, ഗ്രാമീണ റോഡ് ഗതാഗത രംഗത്ത്, നിരവധി മേഖലകളിലൊക്കെ ഒട്ടനവധി ഇടപെടലുകളിലൂടെ മണ്ഡലത്തിൻ്റെ സർവ്വതോമുഖം കൊല്ലം ബൈപ്പാസ് അടക്കം സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ ആ വികസനോന്മുഖ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അതോടൊപ്പം കശുവണ്ടി തൊഴിലാളികൾ അടക്കമുള്ള അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ അവരുടെ ESI ആനുകൂല്യം, PF ആനുകൂല്യം അടിസ്ഥാനപരമായിട്ട് അവരിപ്പോഴും കഷ്ടപ്പാടിലാണ്, ദുരിതം അനുഭവിക്കുകയാണ്. അത് പാർലമെൻറ്റിൽ ഉന്നയിക്കാനും പരമാവധി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ESI ബെനിഫിറ്റിൻ്റെ കാര്യത്തിൽ, PF-ൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പാർലമെൻറ്റിൽ ഇടപെടലിലൂടെ ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അനുകൂലമാക്കി. 156 അറ്റൻഡൻസ് ആയിരുന്നു ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. 6 മാസത്തിനിടയിൽ 156 അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ESI അത് മാറ്റി 76 അറ്റൻഡൻസ് ആക്കി കുറച്ചു. PF-ൻ്റെ പെൻഷൻ, ഇതൊക്കെ പാർലമെൻറ്റിൽ നടത്തിയ നിരന്തരമായ ഇടപെടലാണ്. അപ്പോൾ അതുകൊണ്ട് കൊല്ലം ലോക്സഭാ മണ്ഡലം ഒരു വർഗപരമായി പരിശോധിച്ചാൽ അധ്വാന വർഗത്തിന് മേധാവിത്വമുള്ള കശുവണ്ടി തൊഴിലാളികളും അത്യാവശ്യം കയർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെയുള്ള പരമ്പരാഗത വ്യവസായ തൊഴിലാളികളും പിന്നെ സംഘടിത വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്കും പ്രാമുഖ്യമുള്ളൊരു മണ്ഡലം എന്ന നിലയിൽ അവരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് പാർലമെൻറ്റിൽ ഞാൻ നിറഞ്ഞു നിന്നത്. അതുകൊണ്ട് തീർച്ചയായും അത് തുടരാൻ, വികസന പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ. പിണറായി വിജയനെതിരെയുള്ള ശക്തമായിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണം കൂടി ഇതിനകത്ത് ഗുണകരമായി മാറുമെന്ന് കരുതുന്നുണ്ടോ? ഉറപ്പല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ശബരിമല പ്രശ്നം ഈ പ്രാവശ്യം ഒരു പ്രധാന വിഷയമായി മാറില്ല, കുറേയൊക്കെ ഉണ്ടാകാം. 2, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും ഇപ്പോഴും കുറേ ഗുണം ചെയ്യും. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ഉണ്ടായതുപോലെ ഉണ്ടാകണമെന്നില്ല. ഇത് രണ്ടും
അതിജീവിക്കാൻ പര്യാപ്തമായ നിലയിലാണ് ഈ ഗവൺമെൻറ്റും ഈ മുഖ്യമന്ത്രിയും. ഈ കേരളത്തിലെ ഏറ്റവും അധികം ഇഷ്യൂ ആയിട്ടുള്ള കരിമണൽ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ചവറയിൽ നീണ്ടകരയിലെയും ഈ കരിമണലിനെക്കുറിച്ചുള്ള ആ ധാതുക്കളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അത് നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം. അത് എത്രമാത്രം താങ്കൾക്ക് ഗുണകരമായി മാറും? ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്നതാണ്. നിങ്ങളറിയണം, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിലില്ല ഏറ്റവും ഒടുവിൽ തീരദേശ കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ബില്ല് പബ്ലിക് ഒപ്പീനിയന് വേണ്ടിയിട്ട് സർക്കുലേറ്റ് ചെയ്തു. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ഖനന മന്ത്രാലയവുമായും ആണവോർജ്ജ മന്ത്രാലയവുമായും 2 മന്ത്രിമാരെയും നേരിൽ പോയി കണ്ടു. നിരന്തരമായ ഇടപെടൽ നടത്തി. പ്രധാനമന്ത്രിയെ നേരിൽ പോയി കണ്ടു. പ്രധാനമന്ത്രി 2 മന്ത്രിമാർക്കും ഞാൻ കൊടുത്ത നിവേദനങ്ങൾ അയച്ചു. അവർ പാർലമെൻറ്റിൽ ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പായി എന്നെ ചർച്ചയ്ക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇത് തീരദേശ കരിമണൽ ഖനനത്തെ ബാധിക്കും. അവരുദ്ദേശിച്ചത് ഓഫ് ഷോർ മൈനിങ്ങാണ്. അവരുദ്ദേശിച്ചത് പല സ്ഥലത്തും വേറെ രൂപം. പക്ഷേ അതിൽ വന്നിരിക്കുന്ന ബീച്ച് വളരെ ബുദ്ധിപരമായിട്ട് എഴുതി ചേർത്തിരിക്കുകയാണ്. ബീച്ച് ആൻഡ് മിനറൽസ്, മോണസൈറ്റും ഇൽമനൈറ്റും ഉൾപ്പെടെയുള്ള അപൂർവ ധാതുമൂലകങ്ങൾ കൂടി ഇതിൻ്റെ പരിഗണനയിൽ വരും. പരിശോധിക്കാം, പരിഹരിച്ചു മാത്രമേ ബില്ല് അവതരിപ്പിക്കൂ എന്ന് പറഞ്ഞു. ബില്ല് അവതരിപ്പിച്ചു. ബില്ല് അവതരിപ്പിച്ചപ്പോഴും അതിനകത്ത് ആശയക്കുഴപ്പമുണ്ടായി. അവതരണ വേളയിൽ തന്നെ ഞാൻ എതിർത്തു. അപ്പം നിങ്ങൾ നൽകിയ അഷുറൻസിന് വിരുദ്ധമായിട്ടാണ് ഈ ബില്ല്. ഒന്ന്, ഇതൊരു കാരണവശാലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ മന്ത്രിക്ക് അത്ര ഇതിൽ മന്ത്രി ഞെട്ടി. പ്രഹ്ലാദ് ജോഷിയായിരുന്നു മൈനിങ് മിനിസ്റ്റർ. അന്ന് വൈകുന്നേരം 7 മണിയായപ്പോൾ എനിക്ക് കോൾ വന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന്. മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും, ആറ്റോമിക് എനർജി, മൈനിങ് ഉദ്യോഗസ്ഥന്മാർ, 2 മന്ത്രിമാർ, പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതലയുള്ള മന്ത്രി, അദ്ദേഹമാണ് പ്രധാനമന്ത്രി, ആറ്റോമിക് എനർജി പ്രധാനമന്ത്രിയുടെ വകുപ്പാണ്. മുഴുവൻ എന്താ പ്രശ്നം, എന്താണ് വിഷയം, നമ്മൾ പറഞ്ഞതല്ല. അപ്പം ഞാൻ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനത് സഭയിൽ ക്ലാരിഫൈ ചെയ്താൽ പോരെ, ഞാനതിൻ്റെ ടെക്നിക്കാലിറ്റീസ് ആണല്ലോ, നമ്മൾ ക്ലാരിഫൈ ചെയ്തിട്ട് റൂൾസ് ഉണ്ടാക്കുമ്പോൾ ആ റൂൾസിനകത്ത് വന്നാൽ മതി. അദ്ദേഹം സഭയിൽ മറുപടി പറഞ്ഞപ്പോൾ ക്ലാരിഫൈ ചെയ്തു. ഒരു കാരണവശാലും ബീച്ച് ആൻഡ് മിനറൽസ് അല്ല ഞങ്ങൾ ഈ ഡെഫിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൂൾസ് വരുമ്പോൾ, ചട്ടം വരുമ്പോൾ അത് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യും. അങ്ങനെയാണ് ആ ബില്ല് പാസ്സാക്കിയത്. കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തെ 1996 ഞാൻ അന്ന് വസുന്ധര രാജ സിന്ധ്യ ഇരുന്നപ്പോഴും ഇതുപോലെ ബീച്ച് ആൻഡ് പോളിസി എന്ന പേരിൽ കൊണ്ടുവന്നു. അന്ന് ഞാൻ അതിനെ കോളിംഗ് അറ്റൻഷൻ മുഖാന്തരമാണ് പ്രതിരോധിച്ചത്. അതും ഇതുപോലെ തന്നെ അവർ പിൻവലിച്ചു. അങ്ങനെ തുടക്കം മുതൽ 96 മുതൽ നിരന്തരമായി സ്വകാര്യ കരിമണൽ ഖനനത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് RSP. അതിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ നിയമസഭയിലിരുന്നപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എളമരം കരീം എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്, രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. ആ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട കരടിൽ സ്വകാര്യ കരിമണൽ ഖനനമാകാമെന്നായിരുന്നു. ഞാൻ VSൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. VS തിരുത്തി അത് ഡ്രാഫ്റ്റ് മാറി അപ്രൂവ്. ഞാൻ ആ സബ് കമ്മിറ്റിയിലുണ്ടായിരുന്നു, ക്യാബിനറ്റ് സബ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. എത്ര ഘട്ടം. അങ്ങനെയാണ് കരിമണൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ, അത് നമുക്ക് തർക്കമില്ല. പക്ഷേ കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രം നിക്ഷിപ്തപ്പെടുത്തണമെന്നുള്ള നിലപാട് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ നിയമസഭാംഗം എന്ന നിലയിലും പാർലമെൻ്റ് അംഗം എന്ന നിലയിലും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള നല്ല ശുഭാപ്തി വിശ്വാസമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന വിവാദം പരിശോധിക്കുമ്പോൾ നിങ്ങളറിയണം, ഒരു ഘട്ടത്തിൽ ഈ എളമരം കരീം സ്വകാര്യ കരിമണൽ ഖനനം CMRL കർത്തായുടെ കമ്പനിക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMRL കമ്പനി തൊഴിലാളികൾ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തതാണ് CITUവിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി എളമരം കരീം. ഈ കമ്പനിക്ക് ഈ വിവാദ സമയത്താണെന്ന് ഓർക്കണം. ഈ മാസപ്പടി നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എളമരം കരീമാണ് ജാഥ, കമ്പനിയിലെ തൊഴിലാളികളുടെ ജാഥ ഉദ്ഘാടനം ചെയ്തത്. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ഇന്നത്തെ വ്യവസായ മന്ത്രിയാണ്, P. രാജീവാണ്. എറണാകുളത്ത് ചേർന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് സ്വകാര്യ കരിമണൽ ഖനനം അനുവദിക്കണമെന്നും CMRL കമ്പനിയിലെ തൊഴിലാളികൾ പട്ടിണിയിലാണെന്നും അവർക്ക് ഈ കരിമണൽ ഖനനം അനുവദിച്ചില്ലെങ്കിൽ അവരുടെ അസംസ്കൃത വസ്തുവായിട്ടുള്ള ഇൽമനൈറ്റ് ലഭിക്കില്ല, അതുകൊണ്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്വകാര്യവൽക്കരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത മന്ത്രിയാണ് ഇന്ന് സംസ്ഥാനത്തിൻ്റെ വ്യവസായ മന്ത്രി. അതായത് താങ്കൾ ആദ്യത്തെ ഇലക്ഷനിൽ MA ബേബി പോളിറ്റ് ബ്യൂറോ മെമ്പറെയാണ് തോൽപ്പിച്ചത്, വിദ്യാഭ്യാസ മന്ത്രി. രണ്ടാമത്തെ ഇലക്ഷനിൽ ധനകാര്യമന്ത്രി, ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിനെ തോൽപ്പിച്ചത് 1.5 ലക്ഷം വോട്ട്, 40,000 1.5 ലക്ഷം എത്തി. ഇപ്പോൾ താങ്കൾ സിനിമാ നടൻ മുകേഷിനെയാണ് നേരിടുന്നത്. താങ്കൾ ഇതിൽ ഏതാളെയാണ് കൂടുതൽ ഭയക്കുന്നത്? ഞാൻ ഒരു മത്സരത്തെയും ചെറുതായി കാണുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിൻ്റെ രാഷ്ട്രീയ മത്സരമായി തന്നെയാണ് കാണുന്നത്.
അത് MA ബേബിയോ ബാലഗോപാലോ മുകേഷോ എന്നുള്ളതല്ല. ഇതൊരു തെരഞ്ഞെടുപ്പാണ്, ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ആ പാർലമെൻറ്റിൻ്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വ്യക്തി ഘടകമാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. ഇന്ന് കാൻഡിഡേറ്റ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമായി കേരള രാഷ്ട്രീയത്തിൽ മാറിയിട്ടുണ്ട്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം ഞങ്ങൾ പ്രാമുഖ്യം നൽകി മുന്നോട്ട് വെക്കുന്നത് ഈ രാഷ്ട്രീയമാണ്. മതേതര ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന വർത്തമാനകാല രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് ഞങ്ങളുടെ കുന്തമന. ആ രാഷ്ട്രീയം പറയാൻ CPM-ന് കഴിയില്ല. കഴിയാത്ത കാരണം മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ശക്തിപ്പെട്ടേ മതിയാവും. ദേശീയ തലത്തിലുള്ള ഒരു കരുത്ത ബദലായി കോൺഗ്രസ് വളർന്നേ മതിയാവും. അപ്പോൾ അവിടെ അവർ പ്രതിരോധത്തിലാണ്. സംസ്ഥാന ഗവൺമെൻറ് നേട്ടങ്ങൾ വിശദീകരിക്കാൻ കഴിയില്ല രാഷ്ട്രീയമായി, നിങ്ങൾക്കെല്ലാം അവിടെയും പ്രതിരോധത്തിലാണ്. അപ്പോൾ രാഷ്ട്രീയ മത്സരമായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ മത്സരം മാറ്റിയാൽ വലിയ പരാജയം നേരിടുമെന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയേതര മത്സരമായിട്ടാണ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഒന്ന് സംഖ്യയാക്കുക, മറ്റൊന്ന് സ്ഥാനാർത്ഥി അവതരിപ്പിച്ചുകൊണ്ട് കഥകളും തമാശകളും ഒക്കെ പറഞ്ഞ് പല ആ നിലയിൽ ഇതിനെ ഒരു എന്താണ് ഗൗരവതരമായ രാഷ്ട്രീയ മത്സരത്തിനപ്പുറത്ത് ഒരു രാഷ്ട്രീയേതര മത്സരമായി. അതുകൊണ്ടാണോ സിനിമാ നടനെ തന്നെ രംഗത്തിറക്കിയത്? ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ സീരിയസ് പൊളിറ്റീഷ്യൻസ് ഇപ്പോൾ ഇവിടെ തന്നെ കൊല്ലം ജില്ലയിൽ തന്നെ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ, ഞാൻ കേട്ടതാണ്. CITUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് രാജ്മോഹൻ ഭരണ നൈപുണ്യമൊക്കെ തെളിയിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ നിരവധി പ്രഗത്ഭരായിട്ടുള്ള യുവ നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവരുള്ളപ്പോൾ നിയമസഭാംഗം കൂടിയായിട്ടുള്ള ഒരാളെ തന്നെ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിക്കണമെങ്കിൽ എന്താ താല്പര്യം? രാഷ്ട്രീയമാണോ? അല്ലല്ലോ. അപ്പോൾ അദ്ദേഹം സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന പരിഗണന വെച്ച് ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിക്കുമെന്നുള്ള വിശ്വാസവും വിലയിരുത്തലുമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒരു രാഷ്ട്രീയ മത്സരത്തെ രാഷ്ട്രീയേതര മത്സരമാക്കി മാറ്റുന്നത് തന്നെ അവരുടെ പരാജയഭീതി കൊണ്ടാണ്. താങ്കൾ കഴിഞ്ഞ വർഷം 1.5 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. ഇത്തവണ താങ്കൾ എത്ര വോട്ടിന് ജയിക്കും? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നതിന് ശേഷം മാത്രമേ പറയാം. താങ്കളുടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിൻ്റെ മാനദണ്ഡം താങ്കൾ പറഞ്ഞുള്ളത് താങ്കൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ പ്രധാന ഘടകമായിരുന്നു. താങ്കളുടെ വ്യക്തിത്വവും മറ്റു ഘടകങ്ങളും വെച്ച് നോക്കുമ്പോൾ താങ്കളുടെ വ്യക്തിത്വം എത്രമാത്രം വോട്ട് പിടിക്കുന്നുണ്ട്? ഞാൻ അങ്ങനെയും കാണുന്നില്ല. അതൊരു ഘടകമാണ്. ഈ രാഷ്ട്രീയത്തോടൊപ്പം സ്ഥാനാർത്ഥിയും ഒരു ഘടകമാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു സമകാലിക രാഷ്ട്രീയം അനുകൂലമായി മാറിത്തീരണം. പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളും സാമൂഹ്യ വിഷയങ്ങളുമുണ്ട്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് പിന്നെ പ്രവർത്തനം. ചുമ്മാ ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കില്ല. വോട്ടർമാരറിയണം, വോട്ടർമാരെ കണ്ടെത്തി അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരെ പോളിംഗ് ബൂത്തിൽ കൊണ്ടുവന്ന്. ഇപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ 1 ലക്ഷത്തിലധികം വോട്ടാണ് ഈ ലോക്സഭാ മണ്ഡലത്തിൽ വെട്ടിക്കളഞ്ഞത്. എല്ലാ മണ്ഡലത്തിലും നടന്നിട്ടുണ്ട്. കാരണം BLOമാരെന്ന് പറയുന്നത് മുഴുവൻ NGO യൂണിയന്റെയും അധ്യാപക സംഘടനയും പ്രവർത്തകരും വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കാവുന്നതല്ലേ ഉള്ളൂ. അത് ആ ശ്രമത്തിലാണ് ഞങ്ങൾ. എന്തൊരു ശ്രമകരമായ പ്രവർത്തനമാണ്. അപ്പോൾ ഈ കുതന്ത്രങ്ങളെയൊക്കെ അതിജീവിച്ച് ജയിക്കണമെങ്കിൽ സംഘടനാപരമായിട്ടുള്ള ശക്തിയും കൂട്ടായ്മയും എല്ലാം കൂടി ചേരുമ്പോൾ. ഈ സമരാഗ്നി എത്രമാത്രം ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്? സമരാഗ്നി നല്ലതുപോലെ കോൺഗ്രസ് പ്രവർത്തകരെ ഒന്ന് സജീവമാക്കുന്നതിൽ വളരെ ബൂത്ത് തലത്തിൽ തീർച്ചയായും സഹായകരമായിട്ടുണ്ട്. അവർ തന്നെ 1 ലക്ഷം രൂപയാണ് ഒരു മണ്ഡലം കമ്മിറ്റി KPCC കളക്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ എന്തുകൊണ്ടും ജനങ്ങളുമായി ഇടപെടാതെ ഇതൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതിന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനൊരു ആവേശമായി ഊർജ്ജമായി സമരാഗ്നി മാറി തീർന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് വരാൻ പോണ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ എത്ര സീറ്റ് UDF നേടും? UDF ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ 20 സീറ്റും കിട്ടാനുള്ള രാഷ്ട്രീയ പശ്ചാത്തലവും സാഹചര്യവും ഇന്ന് കേരളത്തിൽ. BJP ഇപ്രാവശ്യം 2 അക്ക സംഖ്യ ഉണ്ടാക്കുമെന്നാണല്ലോ. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോലും BJP കഴിയില്ല. സുരേഷ് ഗോപി വിജയിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണം അവിടെ കനത്ത രാഷ്ട്രീയ മത്സരം നടക്കും. ആ രാഷ്ട്രീയ മത്സരത്തിൽ ആ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ സമവാക്യം വെച്ച് പരിശോധിച്ചാൽ പ്രതാപന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് മണ്ഡലത്തിൽ പൊതുവേ. ഈ മാസപ്പടി വിവാദത്തിൽ അടക്കമുള്ള ഒത്തുതീർപ്പ് പ്രകാരം ഈ പിണറായി വിജയൻ BJP-യുമായി ഒത്തുതീർപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്താൽ അവർ വിജയിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ. അതാണ് ഞങ്ങൾ ഭയക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF ആശങ്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില BJP-യുടെ സ്റ്റാർ മണ്ഡലങ്ങളിൽ BJP-യെ സഹായിക്കുകയും മറ്റു മണ്ഡലങ്ങളിൽ BJP CPM-നെ സഹായിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതി വരും.
അതാണ് സുരേന്ദ്രന്റെ പ്രസ്താവനയുടെ പ്രസക്തി. ഞാൻ നേരത്തെ കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ താങ്കൾ കൃത്യമായി 40 മണ്ഡലങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് നടന്നു, അത് ആവർത്തിക്കുമെന്നുള്ളതിന്റെ സൂചനയാണ് BJP പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദുർബലപ്പെടും, പിന്നെ വരാൻ പോകുന്ന മത്സരം ഞങ്ങളും CPM തമ്മിലായിരിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ദുർബലപ്പെടണമെങ്കിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം സംഭവിക്കണം. അത് ഉറപ്പുവരുത്താൻ BJP തയ്യാറാകുമെന്നാണ് അതിൻ്റെ സൂചന. എന്ന് പറഞ്ഞാൽ വോട്ട് മറിക്കുമെന്നാണ്. അത് മതേതര മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നല്ലതുപോലെ ക്യാമ്പയിൻ നടത്തി അതിജീവിക്കാൻ UDF-ന് കഴിയും. ഈ വരുന്ന ഇലക്ഷനിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. മുഖവിൽ ആ നിലയിലുള്ള പ്രചരണമാണ് മോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. UP, ബീഹാർ, രാജസ്ഥാൻ, ഡൽഹി, മധ്യപ്രദേശ്, ഹരിയാന, ഈവൻ കർണാടക, ഏതാണ്ട് 100 സീറ്റും BJP-ക്കാണ്. 1, 2, 3, 4 സീറ്റ് മാത്രമേ മറ്റുള്ളവർക്ക് ഈ സ്റ്റേറ്റുകളിൽ, ഈ 8 സ്റ്റേറ്റുകൾ. ഇതാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ, ഇൻക്ലൂഡിങ് ബീഹാർ, UP, രാജസ്ഥാൻ, ഡൽഹി, ഹരിയാന, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഈ 9 സ്റ്റേറ്റ് എടുക്കുക. അവിടെ ഇനി എവിടെയാണ് BJP കൂടാൻ പോകുന്നത്? എന്നാൽ മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഈവൻ UP, ബീഹാർ, അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന പുതിയ ഇന്ത്യ സഖ്യത്തിൻ്റെ ഇമ്പാക്റ്റ് ഒരു സംശയവും വേണ്ട. പക്ഷേ കോൺഗ്രസിൽ നിന്നും മറ്റു കക്ഷികളിൽ നിന്നൊക്കെ അതിലേക്ക് BJP-യിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയല്ലേ? പൊളിറ്റിക്സ്, നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുക്ക് BJP-ന്ന് കോൺഗ്രസിലേക്ക്, ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിലും അത്യാവശ്യം കർണാടകത്തിലുമൊക്കെ സ്ഥിരമായിട്ടുള്ള കാര്യം. അയോധ്യ ഇഷ്യൂ എത്രമാത്രം അവർക്ക് ഗുണകരമായി മാറി? ഗുണകരമാക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. അതിനെ അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന പട്ടിണി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കാർഷിക മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധി, ഇതൊക്കെ വലിയ നിലയിൽ എക്സ്പോസ് ചെയ്ത് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ക്ഷേത്രവും വിശ്വാസത്തിനും അപ്പുറത്ത് ഈ വിഷയങ്ങൾ ജനങ്ങളിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ മുന്നണി നിന്ന് പ്രവർത്തിക്കുന്നത്. താങ്കൾക്ക് ഈ ഇലക്ഷൻ നിൽക്കുന്ന സന്ദർഭത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജനവിധി തേടുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും നിർലോഭമായ പിന്തുണ, സഹായം, സഹകരണം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഉണ്ടാകണമെന്ന് വിനയപുരസ്സരം മുഴുവൻ പ്രേക്ഷകരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ സൂചിപ്പിച്ചതുപോലെ മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ, കേരളത്തിൻ്റെയും ജനങ്ങളുടെയും അവകാശങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തര പരിശ്രമ വേദിയാക്കി മാറ്റാൻ, അതുപോലെ തന്നെ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൻ്റെ സർവ്വതോമുഖമായ സമഗ്ര വികസനത്തിന് തുടർന്നും നേതൃത്വം കൊടുക്കാൻ, അതിനേക്കാളൊക്കെ ഉപരിയായി പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട സമൂഹത്തിൻ്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് അതിനുവേണ്ടി നിലപാടുകൾ സ്വീകരിക്കാനും പ്രവർത്തിക്കാനും, തുടർന്നും ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക്, ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുത്ത് അയക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് വിനയപുരസ്സരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല പാർലമെൻറ്റേറിയൻ എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന, ഈവൻ നരേന്ദ്രമോദി പോലും അംഗീകരിക്കുന്ന പ്രേമചന്ദ്രൻ വീണ്ടും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇലക്ഷൻ നേരിടുന്നത്. അദ്ദേഹത്തിന് വിജയം വരട്ടെ, വൻ വിജയം നേരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.